ഖിയാമത്ത് നാളിൽ ഒരടിമയ്ക്ക് അവൻ്റെ മീസാനിൽ അവൻ്റെ സൽസ്വഭാവത്തേക്കാൾ കനം തൂങ്ങുന്നതായി മറ്റൊന്നും ഉണ്ടാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സൽസ്വഭാവം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തൗഹീദുള്ള ശരിയായ ഈമാനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് കുറ്റമറ്റതാക്കുന്നതിൽ എത്രത്തോളം അവൻ വിജയിക്കുന്നുവോ അത്രത്തോളം അവൻ്റെ പദവികൾ ആഖിറത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ എത്രത്തോളം അവൻ്റെ സൽസ്വഭാവം പൂർത്തീകരിക്കുന്നതിൽ അവൻ പരാജയപ്പെടുന്നുവോ അത്രത്തോളം അവൻ്റെ ദറജകൾ ആഖിറത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾക്ക് വലിയ പദവികൾ സ്വർഗത്തിൽ കരസ്ഥമാക്കാൻ സാധിക്കുന്ന എന്നാൽ വളരെ പ്രയത്നം ആവശ്യമില്ലാത്ത ഒരു മേഖലയാണ് സ്വഭാവം നന്നാക്കുക, അത് ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാവുക എന്നുള്ളത്. അപ്പം അതിന് സഹായിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പലതും പഠിച്ചിട്ടുള്ള കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെ. അതിൽ വളരെ പ്രധാനപ്പെട്ടത് ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന അടിസ്ഥാനങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ ശരിയാവണ്ണം പ്രാവർത്തികമാക്കിക്കൊണ്ട് ഏറ്റവും വലിയ പദവികൾ നമ്മുടെ സൽസ്വഭാവം കൊണ്ട് കരസ്ഥമാക്കാൻ നാം ഓരോരുത്തരെയും ഇത്തരം സംസാരങ്ങൾ കൊണ്ട് സഹായിക്കുമാറാവട്ടെ, അത് ഇതിൻ്റെ സബബുകളാക്കി തീർക്കുമാറാവട്ടെ. ഒന്നാമത്തെ കാര്യം എന്നുള്ളത് നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗ, ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഇദാ സലുഹത് സലുഹൽ ജസദു കുല്ലുഹു, അത് ശരിയായാൽ ശരീരം മൊത്തം ശരിയായി. വൈദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു, അത് കേടുവന്നാൽ ശരീരം മൊത്തം കേടായി. ഏതാണ് മാംസകഷ്ണം? അലാ വഹിയൽ ഖൽബ്, അറിഞ്ഞുകൊള്ളുക, അത് കൽബാണ്. അപ്പം കൽബ് ശരിയായാൽ നമ്മുടെ നോട്ടം നന്നാവും, ചിന്ത നന്നാവും, കേൾക്കാൻ നമ്മൾ നിൽക്കുന്ന കാര്യങ്ങൾ നന്നാവും, സംസാരം നന്നാവും, പ്രവർത്തികൾ നന്നാവും, നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ നന്നാവും, ഒക്കെ നന്നാവും. എന്നുവെച്ചാൽ നമ്മളുടെ സ്വഭാവം നന്നാകുന്നതിൻ്റെ ഒന്നാമത്തെ അടിസ്ഥാനം എന്നുള്ളത് നമ്മുടെ ഹൃദയം നന്നാക്കുക എന്നുള്ളത്. ഹൃദയത്തിൻ്റെ കാര്യങ്ങൾ, അതിൽ കടന്നു വരുന്ന ചിന്തകൾ, അതിൽ അടങ്ങിയിട്ടുള്ള ഇഷ്ടങ്ങൾ, അതിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ, ഇത് എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കുന്നോ പ്രാധാന്യം കൊടുക്കുന്നോ അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് നമ്മുടെ സ്വഭാവം നന്നാക്കാൻ കഴിയും. ഈ ഹൃദയം കേടുവന്നാൽ അവൻ്റെ നാവ് കേടുവരും, സംസാരം കേടുവരും, നോട്ടം ശരിയായ നോട്ടങ്ങൾ തെറ്റായ നോട്ടങ്ങൾ വരും, തെറ്റായ ചിന്തകൾ എല്ലാം തെറ്റായിപ്പോവും. ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഹൃദയം നന്നാക്കാനാണ്. ഹൃദയം എങ്ങനെ നന്നാക്കാം? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, ഒരുപാട് വിഷയങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നാമത്തത് തൗഹീദാണ്, ഈമാനാണ്. അത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം ഇഖ്ലാസാണ്. ഇഖ്ലാസ് എന്ന് വെച്ചാൽ എന്താണ് ഇഖ്ലാസ്? മോനെ പഠിച്ചിട്ടുണ്ടോ? ഇഖ്ലാസ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രവർത്തനം പ്രവർത്തിക്കുമ്പോൾ അതിലൂടെ അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടണം, അവൻ്റെ പ്രതിഫലം കരസ്ഥമാക്കണം, അവൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണം എന്നതല്ലാതെ മറ്റൊരു ചിന്തയും ഹൃദയത്തിൽ വരാതിരിക്കുന്നതിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. മറ്റേതെങ്കിലും ഒരു ചിന്ത അവിടെ കടന്നു വന്നാൽ അവിടെ എന്ത് നഷ്ടപ്പെട്ടു? ഇഖ്ലാസ് നഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ഈ ഒരു ചിന്ത മാത്രമായി ഹൃദയത്തിൽ അവശേഷിക്കണം, മറ്റൊരു ലക്ഷ്യങ്ങളും നമ്മുടെ ഹൃദയത്തിൽ കൂടിക്കലരാതിരിക്കണം. ഈ ഒരു ലക്ഷ്യം മാത്രം മുൻനിർത്തിക്കൊണ്ട്, അത് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. ഇതാണ് ഒന്നാമത്തേത്, ഏറ്റവും പ്രധാനപ്പെട്ട തൗഹീദും ഈമാനും കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തെ നന്നാക്കുന്നതിൽ വളരെയധികം പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന കാര്യമാണ് ഇഖ്ലാസ് എന്നുള്ളത്. എന്തൊരു പ്രവർത്തനം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഈ ദുനിയാവിൽ നമുക്ക് ആകെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് ബാധ്യതയുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും ഇവിടെ എന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. എന്താണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ? നമ്മൾ സൃഷ്ടിക്കപ്പെട്ട ഇബാദത്ത് എന്താ? അള്ളാഹു തൃപ്തിപ്പെടുന്ന വിശ്വാസങ്ങളും വിശ്വസിക്കുക, അവൻ ഇഷ്ടപ്പെടാത്ത വിശ്വാസങ്ങൾ വിശ്വസിക്കാതിരിക്കുക. അള്ളാഹു തൃപ്തിപ്പെടുന്ന സംസാരങ്ങൾ സംസാരിക്കുക, അള്ളാഹു തൃപ്തിപ്പെടാത്ത സംസാരങ്ങൾ സംസാരിക്കാതിരിക്കുക. അള്ളാഹു തൃപ്തിപ്പെടുന്ന പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുക,
അവൻ തൃപ്തിപ്പെടാത്ത പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാതിരിക്കുക. ഇതാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അവിടെ എല്ലാം എന്തുമായി ചുറ്റിപ്പറ്റി കിടക്കണതെല്ലാം അള്ളാഹുവിൻ്റെ ഇഷ്ടമായി ചുറ്റിപ്പറ്റി കിടക്കുക, നമ്മുടെ ഇഷ്ടമായി ചുറ്റിപ്പറ്റി കിടക്കുന്നതല്ല. നമ്മുടെ ഇഷ്ടവുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. നാട്ടുകാരിഷ്ടവുമായിട്ട് ബന്ധമില്ല, കൂട്ടുകാരിഷ്ടവുമായിട്ട് ബന്ധമില്ല, ഇത് ഈ ആരുടെ ഇഷ്ടങ്ങളുമായിട്ട് അതിന് യാതൊരു ബന്ധമില്ല. അള്ളാഹുവിൻ്റെ ഇഷ്ടം എന്താണ്, അതിനാണ് നമ്മൾ ഈ ദുനിയാവിൽ പ്രാധാന്യം കൊടുക്കുക. ഒരു മുസ്ലിം അങ്ങനെയാണ്. മറ്റാരുടെ ഇഷ്ടം അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനെതിരായി കഴിഞ്ഞാലും അവനത് പരിഗണിക്കൂല. എന്ന് വെച്ചാൽ ഇത് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, നമുക്ക് ഈ ദുനിയാവിൽ അള്ളാഹുവിനെ മാത്രമേ തൃപ്തിപ്പെടുത്തേണ്ട ബാധ്യതയുള്ളൂ. മറ്റാരെയും തൃപ്തിപ്പെടുത്തേണ്ട ബാധ്യത നമുക്കില്ല. എന്ന് മാത്രമല്ല, നമ്മൾ എല്ലാവരെയും എല്ലാ സൃഷ്ടികളെയും തൃപ്തിപ്പെടുത്താൻ പരിശ്രമിച്ചാൽ നമ്മൾക്ക് തൊട്ട് സാധിക്കുകയില്ല. എല്ലാ മനുഷ്യന്മാരും, എല്ലാ കുടുംബക്കാരും, നാട്ടുകാരെല്ലാവരും, എല്ലാ കൂട്ടുകാരും നമ്മളെപ്പറ്റി തൃപ്തരാകണം എന്ന് നമ്മൾ വിചാരിച്ച് അതിനു വേണ്ട രൂപത്തിൽ നമ്മുടെ സംസാരങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം നമ്മൾ മാറ്റി എത്ര കണ്ട് നമ്മൾ ബുദ്ധിമുട്ടിയാലും കഷ്ടപ്പെട്ടാലും നമുക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ സാധിക്കൂല. അപ്പം നമ്മൾക്കത് പറ്റാത്ത കാര്യമാണ്, നമ്മളത് ഏൽപ്പിക്കപ്പെട്ടിട്ടുമില്ല, നമ്മൾക്കത് ബാധ്യതയാകുന്ന കാര്യമല്ല. എന്നാൽ നമ്മൾക്ക് സാധിക്കുന്ന കാര്യം, നമ്മളെ ഏൽപ്പിക്കപ്പെട്ട കാര്യം അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുക, അവനെ തൃപ്തിപ്പെടുത്തുക, അവൻ്റെ ഇഷ്ടം മാത്രം ലക്ഷ്യം വയ്ക്കുക. ഈ ഒരു രൂപത്തിലാണ് നമ്മൾ നമ്മുടെ ഹൃദയത്തിനാക്കുന്നതെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഇത് മാത്രമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ, നമ്മൾക്ക് ആര് നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കുന്നില്ലെങ്കിലും നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും വിലയിരുത്തുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ നമ്മുടെ ജീവിതം ഒരേപോലെ ആയിരിക്കും. വാപ്പയും ഉണ്ടാവുമ്പോൾ കുട്ടികൾ ഒരു തരത്തിലും ഇല്ലാത്തപ്പോൾ വേറൊരു തരത്തിലും ആണെങ്കിൽ ആ കുട്ടിയുടെ ഹൃദയത്തിൽ ഇഖ്ലാസ് പൂർണ്ണമായിട്ടില്ല എന്നാണ്. ഉസ്താദ് ഉണ്ടാവുമ്പോൾ കുട്ടി ക്ലാസ്സിലൊരു തരത്തിലും ഇല്ലാത്തപ്പോൾ വേറൊരു തരത്തിലാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അവൻ്റെ ഹൃദയത്തിൽ ഇഖ്ലാസ് കുറ്റം പറ്റതായിട്ടില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇഖ്ലാസ് പൂർത്തിയാകുമ്പോഴാണ്, അവൻ്റെ ഹൃദയത്തിൽ അത് നിഷ്കളങ്കമാകുമ്പോഴാണ്, അതിലൊരു കറയും പറ്റാതിരിക്കുമ്പോഴാണ് എല്ലായ്പ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ഒരാൾക്ക് ജീവിക്കാൻ സാധിക്കുക. അല്ലെങ്കിൽ പുറത്തൊരു രൂപത്തിലും അകത്ത് വേറെ രൂപത്തിലായിരിക്കും. നമ്മൾ പകൽ മാന്യന്മാരെന്ന് പറയാറുണ്ട് നാട്ടിൽ. ആൾക്കാരെ അവരെ സംബന്ധിച്ചിടത്തോളം കണക്കാക്കുന്ന നല്ല ആളുകളായിട്ടായിരിക്കും, നല്ല വ്യക്തിത്വങ്ങളായിട്ടായിരിക്കും, നല്ല സ്വഭാവത്തിനുടമകളായിട്ടായിരിക്കും. പക്ഷേ അവരുടെ ശരിക്കുള്ള തനി നിറം അത് വേറെ രൂപത്തിലായിരിക്കും. അപ്പം ഈ ഒരു വ്യത്യസ്തത നമ്മളിൽ, അല്ലെങ്കിൽ നമ്മുടെ ശരിക്കുള്ള അവസ്ഥ അത് ഇത്രയും മോശമായി തീരുന്നത് ആരും കാണാത്തപ്പോൾ നമുക്ക് നല്ല സ്വഭാവം ശീലിക്കാൻ സാധിക്കാത്തത്, ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഇഖ്ലാസ് കുറ്റമറ്റതാകാത്തതുകൊണ്ടാണ്. അതിൽ ഏറ്റവും നല്ല ഉദാഹരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസുണ്ട്. എന്താണ്? ഖിയാറുക്കും ലിനിസാഇക്കും, നിങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കുന്ന ആളുകൾ. നമുക്ക് നമ്മുടെ കൂട്ടുകാരുടെ നല്ല രൂപത്തിൽ നമുക്ക് വർത്തിക്കാൻ സാധിക്കാറുണ്ട്, കുടുംബക്കാരോട് പറ്റാറുണ്ട്, നാട്ടുകാരോട് പറ്റാറുണ്ട്. എന്നാൽ വീട്ടിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ, കാരണം എന്താ? വീട്ടിനകത്ത് നമ്മളേ ഉള്ളൂ, നമ്മളെ ആരും നോക്കുന്നില്ല, അപ്പുറത്തെ വീട്ടുകാരൻ കാണുന്നില്ല. നമ്മൾ ഏത് രൂപത്തിൽ ഇടപഴകുന്നത്, ഏത് രൂപത്തിൽ അവരോട് തിരിച്ച് സംസാരിക്കുന്നത്, ഇതൊന്നും മറ്റൊരാളും നോക്കുന്നില്ല, മറ്റൊരു കുടുംബക്കാരൻ കാണുന്നില്ല, കൂട്ടുകാരൻ അറിയുന്നില്ല. ആർക്കും നമ്മളവിടെ ഒന്നും നോക്കാനോ വിലയിരുത്താനോ പറ്റാത്തൊരു സാഹചര്യം. അവിടെ നമുക്ക് നല്ല രൂപത്തിൽ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായി വർത്തിക്കണമെങ്കിൽ ഈ ഇഖ്ലാസ് നമ്മുടെ ഹൃദയത്തിൽ അത് ശക്തമായി തീർത്താലല്ലാതെ സാധിക്കൂല. അള്ളാഹുവിൻ്റെ തൃപ്തിയായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ലക്ഷ്യം. അവൻ്റെ തൃപ്തി നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ആര് നമ്മളെ തൃപ്തിപ്പെട്ടിട്ടില്ലെങ്കിലും നമ്മൾക്കതൊരു വിഷയമേ ആകരുത്, നമ്മളത് പരിഗണിക്കേണ്ട ആവശ്യം പോലുമില്ല. ഇനി അള്ളാഹു സുബ്ഹാനഹു നമ്മളെ തൃപ്തിപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മൾ ആരൊക്കെ തൃപ്തിപ്പെട്ടാലും നമ്മൾക്കത് മതിയാകരുത്, നമുക്ക് സ്വസ്ഥത വരരുത്. നമ്മൾക്ക് ആകെ ലക്ഷ്യം വേണ്ടത്, ആകെ നമ്മൾ നമ്മുടെ എയിമായിട്ട് ഗോളായി നിശ്ചയിക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുക എന്നുള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഈ ഒരു ലക്ഷ്യം അത് എപ്പോഴൊക്കെ നമ്മുടെ മാറിപ്പോകുന്നോ
ബാക്കിയൊക്കെ തെറ്റും, എല്ലാം തെറ്റും. ലക്ഷ്യം മാറിയാൽ ബാക്കിയെല്ലാം പ്രശ്നമാണ്. ഒരുപാട് അപകടങ്ങൾ, അബദ്ധങ്ങൾ, ഒരുപാട് പോരായ്മകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. മറ്റെന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ലക്ഷ്യമായി മാറിയാൽ, പ്രശസ്തിയോ സമ്പത്തോ സൗകര്യങ്ങളോ ദുനിയാവിൻ്റെ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ, എന്തെങ്കിലും നമുക്ക് ഈ ഒരു ലക്ഷ്യത്തിന് പകരമായി മറ്റൊരു ലക്ഷ്യം നമ്മുടെ ഹൃദയത്തിൽ വരികയാണെങ്കിൽ ബാക്കിയെല്ലാം തെറ്റും, അതിനനുസരിച്ച് മാറും, എല്ലാം മാറും. നമ്മുടെ സംസാരവും പ്രവർത്തനവും എല്ലാം അതിനനുസരിച്ച് മാറും. ലക്ഷ്യം കുറ്റമറ്റതാണ്. മറ്റൊരു ലക്ഷ്യവും മറ്റൊരു ചിന്തയും മറ്റൊരു ആഗ്രഹവും ഹൃദയത്തിൽ ഇല്ലാതെ നമ്മൾക്ക് എത്രത്തോളം നമ്മുടെ ഹൃദയത്തെ കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നോ അത്രത്തോളം നമ്മുടെ സ്വഭാവം നല്ലതായി കൊണ്ടേയിരിക്കും. അതിൽ തന്നെ തുടരുന്ന ഒരാൾക്ക് അവൻ്റെ സ്വഭാവം മെച്ചപ്പെടുത്തി നല്ല രൂപത്തിലാക്കാൻ അതിങ്ങനെ പ്രോഗ്രസ് എന്ന് വെച്ചാൽ മാറ്റം വരും, നല്ല നല്ല മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും, നന്നായി വരും സ്വഭാവം. എന്നാൽ ലക്ഷ്യം മാറിക്കഴിഞ്ഞാൽ ഈ മാറ്റം വരൂല, പോരായ്മകൾ നികത്താൻ സാധിക്കൂല, നല്ല സ്വഭാവമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കൂല. ഒന്നാമത്തെ കാര്യം നമ്മുടെ ലക്ഷ്യം കുറ്റമറ്റതാക്കുക, മറ്റൊരു ലക്ഷ്യവും ഹൃദയത്തിൽ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, വലൈക്കും സലാം, നമുക്ക് ലക്ഷ്യം മാത്രം പോരല്ലോ അല്ലേ. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ചിരുന്ന അടിസ്ഥാനമല്ല, അത് ഇബ്ലീസിൻ്റെ ഖായിദകൾ അടിസ്ഥാനങ്ങൾപ്പെട്ടൊരു അടിസ്ഥാനമാണ്. നമുക്ക് ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലക്ഷ്യവും അതുപോലെ തന്നെ എന്തും നന്നാകണം, മാർഗവും നന്നാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കണം എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നതെങ്കിൽ അതിന് ഏത് മാർഗമാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ള ബോധ്യം നമുക്ക് വേണം. അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ ഏറ്റവും നല്ല മാർഗം ഏതാ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന മാർഗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് വിട്ടേച്ചു പോയ മാർഗം. ഈ മാർഗം നമുക്ക് കൃത്യമായ ബോധ്യം, നമ്മുടെ കൺമുന്നിൽ ഈ ഒരു മാർഗം ഉണ്ടായിരിക്കണം. അതിനെന്ത് വേണം? നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അടുത്തറിയണം. അവിടുത്തെ ജീവിത രീതികൾ എങ്ങനെയൊക്കെയാണ്, വീട്ടിനകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ഭക്ഷണം കഴിക്കും, എങ്ങനെയാണ് കുടുംബക്കാരുടെ അടുക്കൽ സന്ദർശിക്കുന്നത്, ഏത് രൂപത്തിലാണ്, മരിച്ച വീട്ടിൽ പോകുമ്പോൾ ഏത് രീതിയിലാണ്, ഓരോന്നും നമ്മൾ പഠിക്കണം. നമ്മുടെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലും നമ്മളായിത്തീരുമ്പോൾ ആ സന്ദർഭത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത രീതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സന്ദർഭത്തിൽ ഏത് രൂപത്തിലാണ് പ്രതികരിച്ചത്, ഏത് രൂപത്തിലാണ് ഇടപെട്ടത്, ഏത് രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വർത്തിച്ചത് എന്നത് നമ്മുടെ കണ്ണിൽ വേണം, നമ്മുടെ ഹൃദയത്തിൽ വേണം. എന്നിട്ട് അതുപോലെ നമ്മൾക്ക് എത്രത്തോളം ആകാൻ സാധിക്കുമോ അത്രത്തോളം ആകണം. അപ്പം നമ്മളെന്തായി? ശരിയായ റൂട്ടിലായി, ശരിയായ മാർഗത്തിലായി. അതിനെതിരാകുന്നത്, അതിനോട് യോജിക്കാത്തത്, അല്ലെങ്കിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന മാർഗത്തിൽ അതിന് മോശമായി, അതിനൊരു രണ്ടാം തരമായിട്ട് ചിത്രീകരിക്കുന്ന എല്ലാ നിലപാടുകളും, എല്ലാ മാനേഴ്സായി പഠിപ്പിക്കപ്പെടുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ശരിയായ സൽസ്വഭാവമല്ല എന്ന് തിരിച്ചറിയാനുള്ള വകതിരിവ് ഒരു മുസ്ലിമിനുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം, ഇത് നല്ല കാര്യമാണ്, അദബാണ്, പ്രോത്സാഹിപ്പിച്ച് പഠിപ്പിച്ചു തരാം. നമ്മുടെ നാട്ടിൽ അത് മാനേഴ്സ് അല്ല, മോശപ്പെട്ട കാര്യമാണെന്ന രൂപത്തിൽ ചിത്രീകരിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തെറ്റുപറ്റൂല. തെറ്റുപറ്റിയത് ഇയാൾക്കാണ്, ഈ പറയുന്ന യൂറോപ്യൻസിനാണ്, അല്ലെങ്കിൽ ഈ ഫാഷൻ കൊണ്ടുവന്ന ഈ ആളുകൾക്കാണ്, അവർക്കാണ് തെറ്റുപറ്റിയത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തെറ്റുപറ്റൂല. എത്രയോ സന്ദർഭങ്ങൾ നമ്മൾ പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ കാണാറുണ്ട് അല്ലേ. ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കെ വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കാൻ നമ്മൾ കൽപ്പിക്കുമ്പോൾ പലരും എന്താ ചെയ്യാറ്? ഇടത്തെ കൈ കൊണ്ട് ഗ്ലാസ് എടുത്തിട്ട് താഴെ ഒരു വലത്തേക്ക് ഇങ്ങനെ ടച്ച് ചെയ്യും. എന്തോ ഇങ്ങനെ കറണ്ട് പാസ് ചെയ്യുന്ന പോലെ വലത്തേ കൈ ഉപയോഗിക്കുന്ന ആ ഒരു രൂപത്തിൽ ആളുകൾ എന്തോ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ്. എവിടെയെങ്കിലും ടച്ച് ഇടത്തേ കൈ ഉപയോഗിക്കരുന്ന അതിൻ്റെ അർത്ഥം. വലത് കൈ കൊണ്ട് കുടിക്കാൻ കൽപ്പിച്ചത് അതിൻ്റെ അർത്ഥം ഇടത്തേ കൈ ഉപയോഗിക്കരുന്ന. ഇടത്തേ കൈ ഉപയോഗിക്കുന്നതാണ് മോശം സ്വഭാവം. അത് എന്ത് പേര് പറഞ്ഞിട്ടാണ്, എന്ത് ന്യായീകരണം പറഞ്ഞിട്ടാണെങ്കിലും അതൊരിക്കലും നല്ല മാനേഴ്സ് ആവൂല.
നല്ല സൽസ്വഭാവം ആകൂല. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏത് കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയ്ക്ക് എതിരാകുന്നുണ്ടോ, അതിനോട് യോജിക്കാത്തതായി വരുന്നുണ്ടോ, നമുക്ക് ഉറപ്പിച്ച് മനസ്സിലാക്കാൻ സാധിക്കണം ആ കാര്യം നല്ല സ്വഭാവമല്ല, ആ കാര്യം നല്ല രീതിയല്ല, നല്ല സ്വഭാവമല്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾക്ക് യോജിച്ച് വരുന്നതെന്തോ അതാണ് നല്ല സ്വഭാവം. അതിനെതിരാകുന്നത് എന്താണോ അതാണ് മോശം സ്വഭാവം. എത്രയോ ഉണ്ട് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് കാണുന്ന പല കാര്യങ്ങളും പലർക്കും അത് അറിയില്ല, മോശം സ്വഭാവമാണെന്ന് അറിയില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വ്യാപകമായിട്ട് കാണുന്നൊരു കാര്യമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രാങ്ക് എന്നുള്ളത്. പല രൂപത്തിൽ ചെയ്യാറുണ്ട്. അത് മലയാളത്തിൽ പറഞ്ഞ പറ്റിക്കാണ്. അത് വളരെ മോശം സ്വഭാവമാണ്. ആളുകളെ ചിരിപ്പിക്കാനാണെങ്കിലും, എന്ത് വ്യൂവേഴ്സ് ഉണ്ടാക്കാനോ ഫോളോവേഴ്സ് എന്ത് കാരണം കൊണ്ടാണെങ്കിലും ഒരാൾ മറ്റൊരാളെ പറ്റിക്കുക എന്നുള്ളത് വളരെ മോശം സ്വഭാവമാണ്. ചിലർ സർപ്രൈസ് കൊടുക്കും. ഭർത്താവൊക്കെ, ഗൾഫിലുള്ള ഭർത്താക്കന്മാർ ഒന്നും പറയാതെ എത്രയോ മാസം കഴിഞ്ഞ് വരുന്നു വിചാരിച്ചിരിക്കുന്ന ആൾ പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോൾ മുന്നിൽ വന്ന് നിൽക്കുന്ന, സർപ്രൈസ് കൊടുക്കുന്ന, ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധ്യാപനങ്ങൾക്കെതിരാണ്. അങ്ങനെ ഒരിക്കലും പെട്ടെന്ന് കയറി ചെല്ലാൻ പാടില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ, നമ്മൾക്ക് മുസ്ലിമീങ്ങൾക്കിടയിൽ വ്യാപിച്ചു നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് നമ്മൾക്ക് കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കണം. ആളുകൾ അത് ഇഷ്ടപ്പെടുന്നുണ്ട്, ആളുകൾക്ക് അതൊരു പ്രശ്നമില്ല എന്നുള്ളതൊന്നുമല്ല അവിടെ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾക്ക് യോജിച്ചു വരുന്നുണ്ടെങ്കിൽ അത് നല്ല സ്വഭാവമാണ്, ഏറ്റവും ഉത്കൃഷ്ടമായ മര്യാദയാണ്. എന്നാൽ അതിനോട് യോജിച്ചു വരുന്നില്ല, അതിനെതിരാകുന്ന കാര്യമാണെങ്കിൽ അത് മോശം സ്വഭാവം, ചീത്ത കാര്യമാണ്. ഇതാണ് ഈ കാര്യത്തിൽ നമ്മൾക്കുണ്ടായിരിക്കേണ്ട ലക്ഷ്യവും മാർഗവും. നമ്മുടെ ലക്ഷ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിയാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്, സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. അതിനുള്ള മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന, സ്വഹാബത്തിനെ പഠിപ്പിച്ച് വിട്ടേച്ചു പോയ ആ മാർഗമാണ്. ഇനി ഓരോ വിഷയങ്ങളിലേക്ക് കടക്കാം. അതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഈ ദുനിയാവിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന ആളുകളായിരിക്കണം നമ്മൾ. എന്ന് വെച്ചാൽ ഈ ദുനിയാവെന്നുള്ളത് വളരെ പെട്ടെന്ന് നൈമിഷികമാണ്, പെട്ടെന്ന് കഴിഞ്ഞു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇദാ അസ്ബഹ്ത ഫലാ തൻതദിരിൽ മസാ, രാവിലെ ആയാൽ നീ എന്ത് ചെയ്യണ്ട, വൈകുന്നേരത്തെ പ്രതീക്ഷിക്കണ്ട. വൈകുന്നേരമായ രാവിലെ പ്രതീക്ഷിക്കണ്ട. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്രയും നൈമിഷികമാണ് ദുനിയാവ്. അതേപോലെ തന്നെ ഈ ദുനിയാവിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ സാധിക്കുള്ളൂ. റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരാളുടെ തൗബ സ്വീകരിക്കൂല. എത്ര വലിയ തെമ്മാടിയാണെങ്കിലും, എത്ര വലിയ ധിക്കാരിയാണെങ്കിലും, എത്ര വലിയ അഹങ്കാരിയാണെങ്കിലും, മലക്കുൽ മൗത്തിനെയും സംഘത്തെയും നേരിൽ കാണുന്ന സന്ദർഭത്തിൽ അവനെല്ലാം മനസ്സിലാകും, എല്ലാം തിരിച്ചറിയും. അവൻ ആ ഹക്ക് സ്വീകരിക്കാൻ അവൻ മുന്നോട്ട് വരും. പക്ഷെ ആ സന്ദർഭത്തിൽ നമുക്ക് എന്തെങ്കിലും സ്വീകരിച്ചതുകൊണ്ടോ, മാറ്റം വരുത്തിയതുകൊണ്ടോ, നമ്മൾ പ്രഖ്യാപിച്ചതുകൊണ്ടോ, അംഗീകരിച്ചതുകൊണ്ടോ നമുക്ക് റബ്ബിൻ്റെ അടുക്കൽ ഇത് ഉപകരിക്കൂല. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പം ചെയ്യണം. ഈ ഒരു ബോധ്യം എന്ന് വെച്ചാൽ ഈ ഒരു ജീവിതം, ഈ നമുക്കുള്ള ഈ കിട്ടിയ ദുനിയാവ്, ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ്. നമുക്ക് ഈ ഒരു അവസരം കഴിഞ്ഞാൽ പിന്നൊരു അവസരം ഇല്ല. ഈ ഒരു യാഥാർത്ഥ്യ ബോധം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും വേണം. ഇതെന്ത് പറയുന്നു വെച്ചാൽ, നമ്മളുടെ സമയം, ഈ സമയത്തിനേക്കാൾ നമ്മുടെ കയ്യിൽ വിലപ്പെട്ട മറ്റൊന്നുമില്ല. നമുക്ക് എന്തുപോലും തിരിച്ചു കിട്ടും, സമ്പത്ത് പോലെ കിട്ടും, ആരോഗ്യം എന്തുപോലെ നമുക്ക് തിരിച്ചു കിട്ടും. പക്ഷെ നമ്മുടെ സമയം ഒരു ദിവസം നമ്മൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ടും എന്ത് കൊടുത്തിട്ടും ആ ഒരു ദിവസം നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല. നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ സമ്പത്താണ് സമയം എന്നുള്ളത്. ഈ സമയം നമ്മൾ ഒരിക്കലും അതിൻ്റെ പ്രാധാന്യം നമ്മൾക്ക് കൊടുക്കാൻ സാധിക്കണം. നമുക്ക് ഒരു സെക്കൻഡ് നമുക്ക് പാഴാക്കാനില്ല, അല്ലേ? ആളുകൾ ടൈം പാസ് എന്നാ പറയാം. എങ്ങനെയെങ്കിലും സമയം തള്ളി നീക്കാൻ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ഏർപ്പെടുകയാണ്. ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക്, സിനിമ, ഗെയിം, ഇങ്ങനെ ഓരോന്ന് മാറി 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 ഓരോ കാര്യങ്ങളിൽ ഏർപ്പെട്ട് എങ്ങനെയെങ്കിലും അവൻ്റെ സമയത്തെ അങ്ങോട്ട് പാഴാക്കി കളയാം. അങ്ങനെ നമുക്ക് തള്ളി നീക്കി അങ്ങനെ പാഴാക്കി, അങ്ങനെ ഒഴിവാക്കി വിടാനുള്ളതല്ല സമയം.
നമുക്ക് ഓരോ സെക്കൻഡും നമുക്ക് ആഖിറത്തിലേക്ക് പരമാവധി എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ, മാക്സിമം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ, ഈ ഒരു സമയം കൊണ്ട് എങ്ങനെ കൂടുതൽ പ്രതിഫലം കരസ്ഥമാക്കാൻ പറ്റുമോ അങ്ങനെ അതിനുവേണ്ടി പരിശ്രമിക്കണം. അതെന്താണെന്ന് അന്വേഷിക്കണം. അതിനുവേണ്ടി ആ ഒരു മാർഗത്തിൽ പ്രവേശിക്കുകയും അതിൽ നമ്മൾ കൊണ്ടാകുന്ന രൂപത്തിൽ പരിശ്രമിക്കുകയും ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഈ ദുനിയാവിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നവരാകണം. ഈ സമയത്തിൻ്റെ വില നമുക്ക് കൃത്യമായി ബോധ്യമാണ്. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾക്ക് ഉയർന്ന ഹിമ്മത്ത് വേണം, ലക്ഷ്യബോധം. നമുക്ക് സ്വർഗത്തിൽ എവിടെയെങ്കിലും ഏറ്റവും അവസാനം ഏറ്റവും താഴെ ഒരു മൂലയ്ക്ക് എത്തിയാൽ പോരാ. നമുക്ക് ആ ഒരു വാശി നമുക്ക് വേണം. മറിച്ച് നമുക്ക് സ്വർഗത്തിൽ മറ്റെല്ലാവരെക്കാളും ഇന്ന് ഈ ദുനിയാവിൽ ആരൊക്കെ ഉണ്ടോ അവരെക്കാളൊക്കെ മുകളിൽ എനിക്ക് സ്വർഗത്തിലെത്തണം. ഈ ഒരു വാശി നമുക്ക് വേണം. ഇത് ദീൻ പഠിപ്പിച്ചെന്ന വാശിയാണ്. ഇങ്ങനെ മത്സരിക്കാൻ ദീൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ. മത്സരിക്കുന്നവർ ഇതിൽ മത്സരിക്കാൻ, ആഖിറത്തിന്റെ വിഷയത്തിൽ, സ്വർഗത്തിന്റെ ആസ്വാദനങ്ങൾ അതിന്റെ വിഷയത്തിൽ മത്സരിക്കാനാണ് അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹ സ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. അള്ളാഹു കൽപ്പിക്കുകയാണ്, നിങ്ങൾ കുതിച്ചു ചെല്ലൂ, മത്സരിക്കൂ. നമ്മൾ ഒരാളോട് ഓട്ട മത്സരത്തിൽ നിൽക്കുന്ന ആളുകൾ പറയുന്ന വാക്കാണ് സാരിഊ എന്നുള്ളത്. പരസ്പരം മത്സരിച്ച് നിങ്ങൾ മുന്നേറൂ അള്ളാഹ് കൽപ്പിക്കുകയാണ് മുസ്ലിമീങ്ങളോട്, മുഅ്മിനുകളോട്. നമ്മൾ ആരും നോക്കണ്ട. നമ്മളുടെ അത്ര ഇബാദത്ത് ചെയ്യുന്ന, ഇൽമു പഠിക്കുന്ന ആരും ഇല്ലെങ്കിൽ നമുക്കതൊരു പ്രയാസമാകണ്ട. നമ്മൾ ഒന്നാമതെത്തി എന്ന് പറഞ്ഞ് സന്തോഷിക്കാൻ വേണ്ടി, അള്ളാഹുവിനത് നിലനിർത്തി തരാൻ വേണ്ടി ദുആ ചെയ്യണം വേണ്ടി. നമ്മുടെ പ്രശ്നം എന്താ വെച്ചാൽ, നമുക്ക് ഈ ഉയർന്ന ലക്ഷ്യബോധത്തിന് തടസ്സമാകുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ? നമ്മളെ വിലയിരുത്തുന്നത്, നമ്മളെ മാർക്കിടുന്നത് നമ്മുടെ സമകാലികരായിട്ടാണ്. എന്നുവെച്ചാൽ അപ്പുറത്തവൻ 5 നേരം പള്ളിയിലും പോകുന്നില്ല, ഞാൻ 5 നേരം പള്ളിയിലെങ്കിലും പോകുന്നുണ്ട്, മാഷാ അല്ലാഹ് ഞാൻ നല്ല ഉഷാറാണ്. ഈ രൂപത്തിൽ നമ്മൾ ഓരോ കാര്യത്തിലും എന്ത് ചെയ്യാണ്? നമ്മുടെ സമകാലികരായിട്ട് നമ്മളെ താരതമ്യം ചെയ്യുക. അത് ഏതുപോലെ മലയാളത്തിൽ പറയാറുണ്ട്, മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന് പറയാറുണ്ട്. അതുപോലെയുള്ളൂ. നമുക്ക് അവരുമായിട്ട് കമ്പയർ ചെയ്യുന്നത് നമ്മുടെ എന്ത് ചെയ്യും? ആഖിറത്തിൽ നമ്മുടെ പദവികളെ താഴ്ത്തും. നമ്മളെ താരതമ്യം ചെയ്യേണ്ടത്, നമ്മൾക്ക് മാതൃകളായി നിശ്ചയിക്കേണ്ടത് ഏറ്റവും മുകളിലുള്ള ആളുകളായിരിക്കും. ഏറ്റവും മുകളിലുള്ള ആളുകളായിരിക്കും. ഏതുപോലെ ഒരു ഓട്ട മത്സരത്തിൽ നമ്മൾക്ക് ഏറ്റവും മുൻപിൽ ഓടുന്ന, ഒന്നാമത് ഓടുന്ന, ഏറ്റവും വേഗത്തിൽ ഓടുന്ന ഒരാളെ, അയാളുടെ ഒപ്പം എത്താൻ നമ്മൾ പരിശ്രമിച്ചാൽ നമുക്ക് ഒന്നാമതെത്താൻ പറ്റിയില്ലെങ്കിലും 2ാമതോ 3ാമതെങ്കിലും എത്താൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ്. നമുക്ക് അവരുടെ ഒപ്പം, അവരെ അതേ പദവിയിലെത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും നമുക്കതിന് തൊട്ടടുത്തെങ്കിലും എത്താൻ സാധിക്കും. അതേസമയം നമ്മൾ നമ്മുടെ ആളുകളിലേക്ക് നോക്കി, നമ്മുടെ കുടുംബക്കാരിലേക്ക് നോക്കി, നമ്മുടെ കൂട്ടുകാരിലേക്ക് നോക്കി, എന്നിട്ട് നമ്മൾക്ക് നമ്മളെ തന്നെ സ്വയം ഒരു മതിപ്പ് തോന്നും. ഞാൻ എന്തൊക്കെയോ ആയിട്ടുണ്ട്, ഇപ്പം തന്നെ ഞാനിനി മരിക്കേണ്ട താമസമുള്ളൂ, ഞാനിനി സ്വർഗത്തിൽ അങ്ങോട്ട് പ്രവേശിച്ച് ജന്നാത്തുൽ ഫിർദൗസിൻ്റെ സീറ്റൊക്കെ ഉറപ്പിച്ച് ഇത്ര ഹൂറികൾ, ഇത്ര മണിമാളികൾ, ഇങ്ങനെയൊക്കെ കണക്ക് കൂട്ടുന്ന ആൾക്കാരാണ്. അബദ്ധമാണ്. നമുക്ക് നമ്മുടെ അവസ്ഥ എത്രയും പരിതാപകരമാണ് എന്ന് തിരിച്ചറിയാൻ നമ്മൾ ശരിക്കും ഉള്ള റോൾ മോഡലുകൾ, അള്ളാഹു നമുക്ക് തൃപ്തിപ്പെട്ട് തന്നിട്ടുള്ള, നമ്മളെയോട് നോക്കാൻ കൽപ്പിച്ച് തന്നിട്ടുള്ള അത്തരത്തിലുള്ള ആളുകളിലേക്ക് നമ്മൾ നോക്കണം. ആരാണവർ? വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻ. ശ്രദ്ധിക്കണം, അള്ളാഹു തൃപ്തിപ്പെട്ടു എന്ന് പറയുന്ന 2 വിഭാഗം ഈ ദുനിയാവിലുള്ളൂ. അള്ളാഹു തൃപ്തി കരസ്ഥമാക്കുന്ന 2 വിഭാഗം. ഒന്നാമത്തത് മുഹാജിറുകളും അൻസാറുകളും അടങ്ങുന്ന വിഭാഗം. രണ്ടാമത്തത് അവരെ ഏറ്റവും നല്ല രൂപത്തിൽ പിൻപറ്റിയ വിഭാഗം. എന്ന് വെച്ചാൽ നമുക്ക് പിൻപറ്റാനുള്ള മാനദണ്ഡമായി, റോൾ മോഡലായി അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്നിട്ടുള്ളത് ഒരേ ഒരു വിഭാഗത്തെ മാത്രമാണ്. അവരെ നമ്മുടെ റോൾ മോഡലാക്കാവൂ. ആരാണത്? സ്വഹാബത്ത്.
അവരെ നമ്മുടെ കൺമുന്നിൽ അവരുടെ ജീവിതം വേണം. ഇത് നമുക്ക് അവരുടെ ജീവിതം, നമ്മൾ സലഫികളാണെന്ന് പറയാ, മുൻഗാമികളെ പരമാവധി പിൻപറ്റുന്നവരെന്ന് പറയാ, എന്നിട്ട് നമുക്ക് എന്തറിയില്ല, നമ്മുടെ മുൻഗാമികളെ പറ്റി ഒന്നും അറിയില്ല. ഇന്നിപ്പോൾ ഈ കൂട്ടത്തിലിരിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടിയോട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ പ്ലേയിങ് ഇലവനെ പറ്റി ചോദിച്ചാൽ ആ കുട്ടി മണിമണിയായിട്ട് പറയും. ഏതെങ്കിലും ഒരു ഫുട്ബോൾ ക്ലബിലെ പ്ലേയിങ് ഇലവനെ പറ്റി ചോദിച്ചാൽ ആ കുട്ടിക്ക് യാതൊരു തടസ്സവും ഇല്ലാതെ 11 പേരും പറയും, ചില സബ്സ്റ്റിറ്റ്യൂട്ട് ആയിരിക്കണമെന്നൊക്കെ പറയും. എന്നാൽ അശറത്തുൽ മുബശ്ശിരീൻ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബത്തിന് ചോദിച്ചാൽ എത്ര പേർക്ക് പറയാൻ കഴിയും? പലരും ഖുലഫാഉർ റാഷിദീങ്ങൾ എത്തിയാലൊന്ന് സ്റ്റക്കാവും, പിന്നെ അങ്ങോട്ട് പോവില്ല. പിന്നെ ഇങ്ങനെ ആലോചിച്ച് ഇത് എന്നിട്ട് ഇങ്ങനെ ഓരോന്ന് കണ്ടുപിടിച്ച് ചിന്തിച്ച് കുറെ നേരം എടുക്കും. നമ്മൾ ശ്രദ്ധിക്കണം, നമുക്ക് അവരെ പറ്റി അറിയുന്നില്ല, നമുക്ക് അവരുടെ ജീവിതത്തെപ്പറ്റി കൃത്യമായ ബോധ്യമില്ല, വിവരമില്ല എന്നുള്ളത് നമ്മുടെ നിലവാര തകർച്ചയാണ് അറിയിക്കുന്നത്. നമ്മൾ വലിയ പോരായ്മയിലാണ്. നമ്മൾ സിറാത്തുൽ മുസ്തഖീമിൽ നടക്കുന്നു പോലുമില്ല, എഴയുന്നു പോലുമില്ല നമുക്ക് പറയാൻ പറ്റും. അത്രയും മോശമായ അവസ്ഥയിലാണ് നമ്മൾ. പക്ഷെ നമുക്കിത് തിരിച്ചറിയുന്നില്ല. കാരണം എന്താ? നമ്മൾ നോക്കുന്നത് ഒന്നും സഞ്ചരിക്കാതെ വെറുതെ നിൽക്കുന്ന ആളുകളിലേക്കാണ്. അവരിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ചെറിയൊരു അനക്കമെങ്കിലും ഉണ്ട്, ചെറിയൊരു ഇളക്കമെങ്കിലും ഉണ്ട്. അപ്പം അവരെ നോക്കി നമ്മളെ സ്വയം അത്ഭുതം കൂറാണ്. നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ മാറിയിട്ടുണ്ട്, എന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് ഉയർന്ന ലക്ഷ്യബോധം വേണമെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ റോൾ മോഡലായി, നമ്മുടെ മാതൃകകളായി നമ്മുടെ സമകാലികർ ഒരിക്കലും നിശ്ചയിക്കരുത്. മറിച്ച് ഏറ്റവും ഉയർന്ന ആളുകൾ, ഏറ്റവും വലിയ പദവിയിലുള്ള ആളുകൾ, അവരെങ്ങനെയാണോ ആയത് അതുപോലെ ആകാൻ നമ്മൾ എന്ത് ചെയ്യുക? പരമാവധി ശ്രദ്ധിക്കാം. പിന്നെ മൂന്നാമത്തെ കാര്യം, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്നുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയാലേ നമ്മൾക്കൊരു ഖൈറ് കിട്ടുകയുള്ളൂ എന്ന ഉറച്ച ബോധ്യം നമ്മുടെ പ്രാർത്ഥനകളിൽ കാണണം, പ്രകടമാവണം. എന്നുവെച്ചാൽ എന്ത് ഖൈറിന് നമ്മൾ ഇറങ്ങിത്തിരിച്ചാലും ആ ഖൈറിൽ റബ്ബിൻ്റെ സഹായം തേടണം. നമ്മൾക്കറിയാം, നമ്മളെപ്പോഴും അള്ളാഹുവിനോടേ ദുആ ചെയ്യാറുള്ളൂ, ശരിയാണ്. അള്ളാഹുവിനോടേ മറ്റാരോട് നമ്മൾ പ്രാർത്ഥിക്കാറില്ല, ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് വളരെ ചെറിയ അളവിലാണ്. നമ്മൾ ശ്രദ്ധിച്ച് നമ്മളൊന്ന് സ്വയം നമ്മുടെ ജീവിതം വിലയിരുത്തിയാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് നമ്മൾ എത്ര റബ്ബിനോട് ചോദിക്കുന്നുണ്ട്, എത്ര കണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മുടെ കാര്യങ്ങൾ എത്രത്തോളം റബ്ബിനോട് അവതരിപ്പിക്കുന്നുണ്ട്. വളരെ കുറച്ചാണ്. നമ്മൾക്ക് ഓരോ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും റബ്ബ് തരുമ്പോഴേ കിട്ടുന്നുള്ളൂ. നമ്മൾ റബ്ബിലേക്ക് ഓരോ വിഷയങ്ങളിലും നമ്മൾ ആവശ്യക്കാരാണ്. ഈ ഒരു യാഥാർത്ഥ്യബോധം നമുക്ക് വേണം. റബ്ബ് തന്നാലല്ലാതെ നമുക്ക് കിട്ടൂല. ഇപ്പോൾ ഉദാഹരണം ഇൽമിൻ്റെ വിഷയം, ഇൽമു പഠിക്കുന്ന കുട്ടികൾ ഒരുപാടുണ്ട് ഇവിടെ. നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ ഒരുപാട് ക്വാളിറ്റിയുള്ള അധ്യാപകരുണ്ട് എന്നുള്ളത് കൊണ്ടോ, നിങ്ങളുടെ സ്ഥാപനത്തിൽ നല്ല ഒരു ലൈബ്രറി ഉണ്ട് എന്നുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് IQ പവർ ഉണ്ട്, മെമ്മറി പവർ ഉണ്ട് എന്നുള്ളത്, ഇതുകൊണ്ടൊന്നും നിങ്ങൾക്ക് ഇൽമു കിട്ടൂല. അള്ളാഹു തരുന്നാൽ കിട്ടും, അത്രയേ ഉള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല തരുമ്പോഴല്ലാതെ ഒരാൾക്കും കിട്ടൂല. അള്ളാഹു ആണെങ്കിൽ എല്ലാവർക്കും ഇൽമു കൊടുക്കൂല. അള്ളാഹു അഅലമു ഹൈസു യജ്അലു റിസാലത, അള്ളാഹുവിനറിയാം അവൻ്റെ റിസാലത്ത് എവിടെയാ വെക്കേണ്ടത്, റബ്ബിനറിയാം. അതിന് മാത്രം ക്വാളിറ്റിയുള്ള ഹൃദയങ്ങൾ ആർക്കാണുള്ളത്? റബ്ബിന് കൃത്യമായിട്ട് അറിയാം. അവർക്ക് അള്ളാഹു കൊടുക്കുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കണം, അള്ളാഹു നൽകിയാലല്ലാതെ നമുക്കൊന്നും കിട്ടുന്നില്ല. സമ്പത്തായിക്കോട്ടെ, ഒരു കാര്യവും. ഈ ഒരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അത് നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനകൾ അധികരിപ്പിക്കുന്നതിൽ കാണുമാണ്, പ്രകടമാകണം. സലഫുകൾ അവരുടെ ജീവിതത്തിൽ എന്തൊരു നിസ്സാര കാര്യം പോലും, അവരുടെ ഭക്ഷണത്തിലെ ഉപ്പും അവരുടെ ആടിന് വേണ്ട പുല്ലുപോലും അവർ അള്ളാഹു സുബ്ഹാനഹു ചോദിക്കാറുണ്ട്. ഓരോ കാര്യങ്ങളും നടക്കുന്ന സന്ദർഭത്തിൽ ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ ആ വാറ് പോലും
അള്ളാഹു സുബ്ഹാനഹു ചോദിക്കാറുണ്ട്. നമ്മൾ റബ്ബിനോട് എത്ര കണ്ട് ചോദിക്കുന്നോ അത്രത്തോളം റബ്ബ് സുബ്ഹാനഹു വതആല നമ്മൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും. നമ്മൾ റബ്ബിനോട് ചോദിക്കുന്നത് കുറച്ചാൽ അത്രത്തോളം റബ്ബ് നമ്മളുടെ വിഷയത്തിൽ കോപിക്കും. മല്ലം യസ്അലില്ലാഹ യഗ്ളബ് അലൈഹി. ആരാണോ അള്ളാഹുവിനോട് ചോദിക്കാത്തത് അവൻ്റെ മേൽ അള്ളാഹു കോപിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ എല്ലാ ഖൈറും ചോദിക്കുന്ന കൂട്ടത്തിൽ ഈ ചോദ്യം ചോദിക്കണം. നമ്മുടെ സ്വഭാവം നന്നാക്കാൻ, നമ്മുടെ പെരുമാറ്റം നന്നാക്കാൻ, മനസ്സിലുള്ള ചിന്തകൾ നന്നാക്കാൻ എല്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് പ്രാർത്ഥനകൾ എന്ത് ചെയ്യാറുണ്ട്? സ്വഭാവത്തെപ്പറ്റി അള്ളാഹുവിനോട് ചോദിച്ച് പഠിപ്പിച്ചെന്ന ധാരാളം പ്രാർത്ഥനകളുണ്ട്. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണെന്ത്? അല്ലാഹുമ്മ ജന്നിബിനി മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഹ്വാഇ വൽ അദ്വാ. അള്ളാഹുവെ, മോശപ്പെട്ട സ്വഭാവങ്ങൾ, മോശപ്പെട്ട ആഗ്രഹങ്ങൾ, മോശപ്പെട്ട രോഗങ്ങൾ, ഇതിൽ നിന്നൊക്കെ അള്ളാഹുവെ എന്നെ നീ അകറ്റണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവോട് പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ ഓരോ മോശപ്പെട്ട സ്വഭാവങ്ങൾ പ്രത്യേകം പേരെടുത്തിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. അഊദു ബിക മിനൽ അജ്സി വൽ കസലി, അങ്ങനെ പറഞ്ഞ കുറേ പ്രാർത്ഥനകൾ ധാരാളമുണ്ട്. ഓരോ മോശപ്പെട്ട സ്വഭാവത്തിന് പ്രത്യേകം പേരെടുത്ത് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്ന ധാരാളം പ്രാർത്ഥനകളുണ്ട്. അപ്പം ഇത്തരം പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ ഹൃദയത്തിലെ ഇഷ്ടങ്ങൾ എന്ന് വെച്ചാൽ മഹബത്ത് എന്നുള്ളത്. അത് നമ്മൾ പലപ്പോഴും നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾക്കും നമ്മൾ വളർന്നു വന്ന പശ്ചാത്തലങ്ങൾക്കൊക്കെ അടിസ്ഥാനത്തിൽ പല ആളുകളും പലതിനെയും പല രൂപത്തിലാണ് ഇഷ്ടപ്പെടുന്നുണ്ടാവുക. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഇഷ്ടം എന്നുള്ളത്, മഹബത്ത് എന്നുള്ളതിന് നമ്മുടെ ഹൃദയത്തിനെ വളരെയധികം സ്വാധീനിക്കുന്ന കാര്യമാണ്. ഒരു ഇന്ധനം പോലെയാണ്. എന്തൊരു പ്രവർത്തനത്തിനും പിറകിലുള്ള ഇന്ധനം പോലെയാണ് എന്ത്? മഹബത്ത് എന്നുള്ളത്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ മക്കൾ, നമ്മുടെ കുട്ടികൾ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ തന്നെ സ്വയം നമ്മുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു വെറുക്കുന്നൊരു കാര്യത്തെ വളരെയധികം ഇഷ്ടപ്പെട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് നമ്മൾ എത്തിക്കും. അള്ളാഹു വെറുക്കുന്ന, അള്ളാഹു ഇഷ്ടപ്പെടാത്തൊരു കാര്യത്തെ നമ്മുടെ ഹൃദയത്തിൽ നമ്മളതിനെ ഇഷ്ടപ്പെട്ട് കൊണ്ടു നടക്കുക, വളരെയധികം നമ്മളതിനെ താല്പര്യപ്പെടാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം, അത് നമ്മളെ വലിയ അപകടങ്ങളിലേക്ക് എത്തിക്കും. മറിച്ച് നമ്മുടെ ഒരു മുസ്ലിമിൻ്റെ ഹൃദയത്തിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന പോലെ മൻ അഹബ്ബ ലില്ലാ വ അബ്ഗദ ലില്ലാ വ അഅതാ ലില്ലാ വ മനഅ ലില്ലാ ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. ആരാണോ അള്ളാഹുവിന് വേണ്ടി കൊടുക്കുന്നത്, അള്ളാഹുവിന് വേണ്ടി തടയുന്നത്, അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുന്നത്, അള്ളാഹുവിന് വേണ്ടി വെറുക്കുന്നത്, അവൻ്റെ ഈമാൻ പരിപൂർണമായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഇഷ്ടം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ തൃപ്തിപ്പെടുന്ന രൂപത്തിലെ അത് വ്യക്തികൾ മാത്രമല്ല, പ്രവർത്തനങ്ങൾ, സ്ഥലങ്ങൾ എല്ലാം അങ്ങനെ തന്നെ. നമ്മളൊരു കാര്യത്തെ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കാര്യത്തെ കൂടുതൽ ഇഷ്ടപ്പെടാൻ നമ്മളോട് കൽപ്പിച്ചതിൻ്റെയോ പഠിപ്പിക്കപ്പെട്ടതിൻ്റെയോ അടിസ്ഥാനത്തിലായിരിക്കണം. നമുക്ക് ത്വബീഇയായിട്ടുള്ള ഇഷ്ടം ഉണ്ടാകാം, അതല്ല പറയുന്നത്. മറ്റു പല കാര്യങ്ങളുള്ള ഇഷ്ടം ഉണ്ടാകാം. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുക്കുന്നൊരു കാര്യത്തോട് ഇഷ്ടമുണ്ടായി അത് നമ്മുടെ ഹൃദയത്തിൽ നിലനിൽക്കുക എന്നുള്ളത് വലിയ അപകടമാണ്. ഏതുപോലെ? ഇപ്പോൾ ഉദാഹരണത്തിന് പണ്ഡിതന്മാർ പറയാറുണ്ട്, ഒരു തെറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി, അവൻ ആ തെറ്റുകൾ പറ്റുമ്പോഴൊക്കെ തൗബ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവൻ്റെ ഹൃദയം വളരെ ക്ലിയർ ആയിരിക്കും, അവൻ്റെ സ്വഭാവം അവൻ നല്ല രൂപത്തിലാക്കാൻ സാധിക്കും. നമുക്കറിയാം, നമുക്കൊക്കെ തെറ്റുകൾ പറ്റാറുണ്ട്, ചെറുതും വലുതുമായ തെറ്റുകൾ നിരേന എന്നാണ് പലപ്പോഴും പറ്റാറുണ്ട്.
ഈ തെറ്റുകൾ പറ്റുമ്പോഴൊക്കെ തൗബ ചെയ്യുന്ന ഒരാൾ, അതാ ഒന്നാമത്തെ വ്യക്തി. എന്നാൽ രണ്ടാമത്തെ വ്യക്തി, അവൻ തെറ്റുകൾ ഈ ഒന്നാമത്തെ വ്യക്തി പറ്റുന്നത്ര ഫ്രീക്വന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, വല്ലപ്പോഴൊക്കെ ഈ തെറ്റുകൾ അവൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അവന്റെ സാഹചര്യങ്ങൾ, അവന് അതിനുള്ള സൗകര്യങ്ങൾ കിട്ടുന്നില്ല. പക്ഷെ അവന്റെ ഹൃദയത്തിൽ ഈ തെറ്റിനോടുള്ള ഇഷ്ടം എന്ന് വെച്ചാൽ ഇവൻ ഈ തെറ്റിനെ താലോലിച്ച് ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന പല കുട്ടികളും അവർ വിചാരിക്കണം വീട്ടിൽ പോയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇന്നൊരു സിനിമ കാണാൻ, അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് വേണം ഈ ഗെയിമിൻ്റെ ഈ ലെവല് കളിക്കാൻ എന്ന് തെറ്റായ പല കാര്യങ്ങളെയും അവൻ്റെ ഹൃദയത്തിൽ ഇഷ്ടമായിട്ട് കൊണ്ടു നടക്കുന്നത് അത് വലിയ അപകടമാണ്. അത് നമ്മുടെ ഹൃദയത്തെ മൊത്തത്തിൽ കേടുവരുത്തുന്ന കാര്യമാണ്. നമുക്കൊരു തെറ്റുപറ്റി, ആ തെറ്റ് നമ്മൾ ഉടനെ തന്നെ തിരുത്തി തൗബ ചെയ്യുന്നത് അത് വേറൊരു കാര്യം, അത് വേറൊരു അവസ്ഥയാണ്. അതിൽ നമ്മൾക്ക് എന്തുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നമ്മുടെ ഹൃദയത്തെ നമ്മുടെ നല്ല സ്വഭാവങ്ങൾ സ്വീകരിക്കാൻ തടസ്സമാക്കി മാറ്റൂല. ഈ ഒരു അവസ്ഥ തെറ്റുകൾ പറ്റുമ്പോഴൊക്കെ തൗബ ചെയ്യുന്നൊരവസ്ഥയാണെങ്കിൽ. എന്നാൽ ഒരാൾ തെറ്റുകൾ പറ്റുന്നത് കുറവാണെങ്കിൽ പോലും അവൻ ആ തെറ്റുകളെ മനസ്സിൽ കൊണ്ടു നടക്കുകയാണ്, ഇഷ്ടപ്പെടുകയാണ്. അതിനോടുള്ള മനസ്സിൽ വെച്ചു പുലർത്തേണ്ട വെറുപ്പൊന്നും അവൻ്റെ ഹൃദയത്തിൽ വെച്ചു പുലർത്തുന്നില്ല. അവൻ ആ തെറ്റ് ചിലപ്പോൾ ചെയ്യുന്നതന്നെ ഉണ്ടാവില്ല. ശ്രദ്ധിക്കണം, വളരെ ഗൗരവമുള്ള വിഷയമാണ് ഇത്. പണ്ഡിതന്മാർ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ആരാണെന്നറിയോ? ലൂത്ത് അലൈഹിസ്സലാമയുടെ ഭാര്യ. ശ്രദ്ധിക്കേണ്ട ഒരു ഉദാഹരണം. ലൂത്ത് അലൈഹിസ്സലാമയുടെ സമൂഹത്തെ നശിപ്പിക്കപ്പെട്ടതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ലിവാത്ത്, സ്വവർഗരതി. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു വൃത്തികേട് കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിക്കുമ്പോൾ, ആ സമൂഹത്തെ കീഴ്മേൽ മറിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ശിക്ഷ ലഭിക്കുന്ന ആളുകളിൽ ആരുമുണ്ടായിരുന്നു? ലൂത്ത് അലൈഹിസ്സലാമയുടെ ഭാര്യ ഉണ്ടായിരുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ലൂത്ത് അലൈഹിസ്സലാം ഇതേപോലെ സ്വവർഗരതിയിൽ ഏർപ്പെട്ടിരുന്നൊരു പെണ്ണായിരുന്നോ? അല്ല, ഒരിക്കലുമല്ല. എന്തുകൊണ്ടാണ് പിന്നെ ലൂത്ത് അലൈഹിസ്സലാമയുടെ ഭാര്യ ആ ശിക്ഷയിൽ ഉൾപ്പെട്ടത്? എന്തുകൊണ്ടാ? അവരാ തിന്മയെ വെറുത്തിരുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കണം. ഒരു മുസ്ലിം ഒരു തിന്മയെ കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്താ? മൻ റആ മിൻകുമുൽ മുൻകറ ഫല്യുഗയ്യിർഹു ബിയദി. നിങ്ങളിൽ ഒരാൾ ഒരു തിന്മ കണ്ട്, ഒരു വൃത്തികേട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കൈകൊണ്ട് അതിനെ മാറ്റണം. ഇനി അത് കൈകൊണ്ട് മാറ്റാൻ സാധിക്കില്ലെങ്കിൽ എന്ത് ചെയ്യണം? എന്തുകൊണ്ട് മാറ്റണം? നാവ് കൊണ്ട് മാറ്റണം. നാവ് കൊണ്ടും സാധിച്ചിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് മാറ്റാനാണ് പറഞ്ഞത്? കൽബുണ്ട്. കൽബുണ്ട് എങ്ങനെ മാറ്റുക? ആ കൽബ് കൊണ്ട് മാറ്റുന്നതിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നെന്താ? അതിനുശേഷം ഈമാനിൽ നിന്ന് ഒരു കണിക പോലും ഇല്ലാന്ന് പഠിപ്പിച്ചത്. എന്നുവെച്ചാൽ ഒരാൾ ഒരു തിന്മയെ കൽബ് കൊണ്ട് എതിർക്കുന്നില്ലെങ്കിൽ, കൽബ് കൊണ്ട് എതിർക്കൽ അതിനെ വെറുത്തുകൊണ്ടാണ്, അതിനോടുള്ള ഇഷ്ടം ഹൃദയത്തിന് എടുത്തു കളഞ്ഞുകൊണ്ടാണ്. അങ്ങനെ ഒരാൾ ചെയ്യുന്നില്ലെങ്കിൽ അത് അവൻ്റെ ഈമാൻ സാരമായി ബാധിക്കുന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാം. ഈ സ്ത്രീ ഇങ്ങനെയുള്ള സ്ത്രീയായിരുന്നു. അവരാ പ്രവർത്തനം ഏർപ്പെട്ടിരുന്നില്ലെങ്കിൽ പോലും അവർക്ക് ആ പ്രവർത്തിക്കുന്ന ആളുകൾ ഈ വൃത്തികേട് ചെയ്യുന്നതിൽ അവർക്കൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ പല തിന്മകളും ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ പല ആളുകളുടെ ഹൃദയത്തിൽ പല ഫുട്ബോൾ കളിക്കാരാണ്, പല ദീൻ പഠിക്കുന്ന, ഖുർആൻ പഠിക്കുന്ന പല കുട്ടികളുടെ ഹൃദയത്തിൽ ഏറ്റവും വലിയ റോൾ മോഡൽ പല കളിക്കാരാണ്. മുസ്ലിമീങ്ങൾ പോലും അല്ലാത്ത, ദീൻ അടുത്തു കൂടെ പോയിട്ടില്ലാത്ത ആളുകൾ, സ്വഭാവ മര്യാദകൾ തീരെയില്ലാത്ത ആളുകൾ, ഇവരൊക്കെയാണ് അവൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ റോൾ മോഡൽ. അവരെ ഇഷ്ടപ്പെടുകയാണ്, അവനെ വളരെയധികം വലിയ ആളുകളായി മനസ്സിൽ കൊണ്ടു നടക്കുകയാണ്. ചിലർ സിനിമാ താരങ്ങളെയാണ്. നമ്മൾ വളരെ അപകടത്തിൽ, നമ്മുടെ മനസ്സിൽ അത്തരം എന്തെങ്കിലും ചിന്തകൾ കടന്നു വരാം. അത്തരം ഒരു സാഹചര്യത്തിൽ, സാമൂഹിക അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ശരി തന്നെയാണ്.
പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തെറ്റാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ വലിച്ചെറിയാൻ നമുക്ക് സാധിക്കണം, അല്ലെങ്കിൽ അപകടമാണ്. ഒരു തിന്മയെയും നമ്മുടെ ഹൃദയത്തിൽ നമ്മളത് തിന്മയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിനോടുള്ള ഇഷ്ടം നമ്മുടെ ഹൃദയത്തിൽ കടക്കാൻ പാടില്ല. അത് വലിയ അപകടമാണ്. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ആ തിന്മ പറ്റുന്നുണ്ടെങ്കിൽ പോലും ആ തിന്മയെ നമ്മൾ വെറുക്കണം. അങ്ങനെ തന്നെയാണ്. പല ആളുകൾ സിനിമ കണ്ടു പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആ സിനിമയുടെ നടന്മാരുടെ ഫാൻസ് ആകാൻ പോവാണ്. നമ്മൾ ശ്രദ്ധിക്കണം, ആ രൂപത്തിലാകരുത്. നമ്മൾ ആ തെറ്റ് പറ്റി പോകുന്നുണ്ടെങ്കിലും നമുക്ക് ആ തിന്മയോട് വെറുപ്പ് വേണം. അങ്ങനെ തന്നെ നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറിച്ച് നമ്മൾ ആ തിന്മ ചെയ്യാതിരിക്കുക, പക്ഷെ നമുക്ക് ആ തിന്മയോട് ഇഷ്ടമുള്ളൊരവസ്ഥയിലാണ് നമ്മുടെ ഹൃദയമെങ്കിൽ ആ ഹൃദയം അത് എന്ത് ചെയ്യും? തെറ്റായ സ്വഭാവം ആ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരും. സൽസ്വഭാവം അത് സ്വീകരിക്കാൻ ആ ഹൃദയത്തിന് തടസ്സമായി തീരും. അപ്പോൾ ഒരു അള്ളാഹു വെറുക്കുന്ന ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഇഷ്ടപ്പെട്ട് താലോലിച്ച് അതിനെ കൊണ്ടു നടക്കുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണെന്ത്? ദുനിയാവിനെ അങ്ങേയറ്റം വിരക്തി കാണിക്കാൻ വെച്ചാൽ ദുനിയാവിൽ പരമാവധി സുഹൃത് കാണിക്കാനുള്ളൊരു താല്പര്യം അതിൽ നമ്മൾ എന്ത് ചെയ്യണം? പരമാവധി പരിശ്രമിക്കേണ്ടത്. എന്ന് വെച്ചാൽ പണ്ഡിതന്മാർ പറയാറുണ്ട്, നമുക്ക് ആഖിറത്തെ പറ്റിയിട്ടുള്ളൊരു താല്പര്യം, ഇഷ്ടം, ആഖിറത്തിലേക്ക് റബ്ബിനെ കണ്ടുമുട്ടാനുള്ള കൊതി, സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള താല്പര്യം, ഇതൊക്കെ നമ്മൾക്ക് എന്തുകൊണ്ടല്ലാതെ സാധിക്കൂല? ഈ ദുനിയാവിനോടുള്ള വിരക്തി കൊണ്ടല്ലാതെ സാധിക്കൂല. ദുനിയാവിനെയും ഇഷ്ടപ്പെടുക, ദുനിയാവിലെല്ലാം കിട്ടണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുക, ആഖിറവും അങ്ങനെ തന്നെ കിട്ടണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുക, ഇത് രണ്ടും കൂടെ ഉണ്ടാവൂല. അല്ലേ? ചില പണ്ഡിതന്മാർ രസകരമായിട്ട് പറയാറുണ്ട്, 2 ഭാര്യമാരുള്ളൊരു ഭർത്താവിനെ പോലെയാണ്. അതിൽ ഒരു ഭാര്യയെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തിയാൽ മറ്റേ ഭാര്യ പിണങ്ങും. ഇതേപോലെയാണ് ദുനിയാവും ആഖിറത്തും. ഇതിലാരെയാണ് പിണക്കേണ്ടത് നിശ്ചയിക്കേണ്ടത്? നമ്മളാണ്. ദുനിയാവ് കിട്ടണം, ആഖിറം വേണ്ടാന്ന് വെക്കണമെങ്കിൽ അത് ഏറ്റവും വലിയ നഷ്ടമാണ്. അതിനേക്കാൾ വലിയ നഷ്ടമൊന്നുമില്ല. മറിച്ച് ആഖിറം മതി, ദുനിയാവിൽ കുറച്ചൊരു പ്രയാസമാണെങ്കിലും കുഴപ്പമില്ല എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. എന്ന് വെച്ചാൽ ഈ ദുനിയാവ് ആഖിറത്തിലേക്കുള്ള ഒരു പാതയെ ഒരുക്കാനുള്ള സ്ഥലം മാത്രമാണെന്നുള്ള ബോധ്യത്തോടു കൂടെ അതിൽ പരമാവധി ആഗ്രഹങ്ങൾ കുറയ്ക്കാൻ നമുക്ക് പറ്റണം. സുഹൃദ് എന്ന് പറഞ്ഞാൽ പല ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് എന്താ പറയുക, ഒരു പള്ളി വന്ന് മൂലക്കിരുന്ന് വീട്ടുകാർക്ക് ചെലവിന് കൊടുക്കാതെ എല്ലാവരും പ്രയാസപ്പെടുത്തി, അങ്ങനെ അതല്ല സുഹൃദ്. സുഹൃദ് എന്ന് പറഞ്ഞാൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്, തർക്കു മാലാ യൻഫഉ ഫിൽ ആഖിറ. അതാണ് എന്ത് സുഹൃദ്. തർക്കു മാലാ യൻഫഉ ഫിൽ ആഖിറ. നമുക്കൊരു കാര്യം ചെയ്യുന്നത് കൊണ്ട് ആഖിറത്തിൽ ഒരു ഉപകാരമില്ല, നമുക്കൊരു എന്തെങ്കിലും ഒരു നേട്ടം കിട്ടാനില്ല ആഖിറത്തിൽ. അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒഴിവാക്കുക. നമ്മൾ തഖ്വ എന്ന് പറയാറുണ്ട്. തഖ്വ എന്താ? തർക്കു മാ യദുറു ഫിൽ ആഖിറ. ശ്രദ്ധിക്കണേ, ചെറിയൊരു വ്യത്യാസമുള്ളൂ. തഖ്വ എന്ന് പറഞ്ഞാൽ ആഖിറത്തിൽ നമുക്ക് ഉപദ്രവമാകുന്നത് ഒഴിവാക്കലാണ് എന്ത്? തഖ്വ. നമ്മളൊരു ഫർള് പ്രവർത്തിക്കാതിരുന്നാൽ നമുക്ക് ആഖിറത്തിൽ അത് ഉപദ്രവമാകും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഫർളുകൾ ഒഴിവാക്കാതിരിക്കണം, കൃത്യമായി പാലിക്കണം. നമ്മളൊരു ഹറാമ് പ്രവർത്തിച്ചാൽ അത് നമ്മൾക്ക് ആഖിറത്തിൽ ഉപദ്രവമാകും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഹറാമുകൾ പ്രവർത്തിക്കാതിരിക്കണം. അതാണ് എന്ത്? തഖ്വ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സുഹൃദ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു പടി കൂടി മുകളിലാണ്. എന്നുവെച്ചാൽ തഖ്വ ഇല്ലാതെ സുഹൃദിലേക്ക് എത്തൂല. ഒരാൾ ഫർദുകൾ പാലിക്കാതെ സാഹിദാകാൻ കഴിയില്ല, ഹറാമും വിട്ടു നിൽക്കാതെ സാഹിദാകാൻ കഴിയില്ല. സുഹൃദ് എന്ന് പറഞ്ഞാൽ തഖ്വയും വേണം, അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു പടി കൂടി മുകളിലാണ്. എന്താണ് സുഹൃദ്? ആഖിറത്തിൽ ഉപകാരപ്പെടാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക. ആഖിറത്തിൽ നമുക്ക് ഈ കാര്യം ചെയ്താൽ മനസ്സിലാവേണ്ട, എളുപ്പത്തിൽ പറഞ്ഞുതരാം.
പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ പല ആളുകൾ വിമർശിക്കും, എന്തെങ്ങനെ ചെയ്യുന്നു. അപ്പം നമ്മൾ തിരിച്ചു ചോദിക്കുന്ന ചോദ്യം എന്താ ചോദിക്കുക? ഇത് ചെയ്തപ്പോൾ എന്തെങ്കിലും കുറ്റം കിട്ടുമോ? നമ്മളെന്താ ചോദിക്കുക? ഇത് ചെയ്തപ്പോൾ എന്താ കുറ്റം കിട്ടുക എന്നാ ചോദിക്കുക. സുഹൃത്തുള്ള ആളുകൾ എങ്ങനെ ചോദിക്കാന്നറിയോ? എങ്ങനെ ചിന്തിക്കുക? ഇത് ചെയ്താൽ എനിക്ക് ആഖിറത്തിൽ എന്ത് നേട്ടാ കിട്ടുക എന്നാ ചോദിക്കുക. ഇത് ഞാൻ ചെയ്താൽ എനിക്ക് ആഖിറത്തിൽ എന്ത് നേട്ടാ കിട്ടുക, എന്ത് ഹൈറാ കിട്ടുക എന്നാണ് ചിന്തിക്കുക. അപ്പോൾ അവനതെന്ത് ചെയ്യും? ഹൈറില്ലാത്ത ആഖിറത്തിൽ എന്തെങ്കിലും ഉപകാരം കിട്ടാത്ത കാര്യങ്ങളൊക്കെ അവൻ ഒഴിവാക്കും. ചിലപ്പോൾ അത് ഹറാമൊന്നും ആവൂല. അനുവദിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ആഖിറത്തിന് ഉപകാരപ്പെടാത്തതാണെങ്കിൽ അവൻ ഒഴിവാക്കും. ആഖിറത്തിന് ഉപകാരപ്പെടുന്ന, അവന് പരലോകത്ത് മുതൽക്കൂട്ടാകുന്ന, അവിടെ പ്രതിഫലത്തിന് വകയുണ്ടാക്കുന്ന കാര്യങ്ങളിൽ മാത്രമേ അവൻ്റെ സമയവും അധ്വാനവും സമ്പത്തും ഒക്കെ ചെലവഴിക്കും. ബാക്കിയൊക്കെ അവൻ ഒഴിവാക്കും. അപ്പോൾ നമ്മുടെ എപ്പോഴും മൈൻഡിൽ ആഖിറം വേണം. അവിടെ ഈ പ്രവർത്തനം പ്രവർത്തിച്ചാൽ എന്താണ് അവിടെ കിട്ടാൻ പോകുന്ന നേട്ടം, ഇത് നമ്മൾ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ എന്ത് നഷ്ടമാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത്, ഇതായിരിക്കണം നമ്മൾക്കൊരു കാര്യം ചെയ്യാനും ചെയ്യാതിരിക്കാനുള്ള മാനദണ്ഡം. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ദുനിയാവിലെ പല കാര്യങ്ങളും വേണ്ടെന്ന് വെക്കേണ്ടി വരും. പല അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ തന്നെ പലതും നമുക്ക് ഒഴിവാക്കേണ്ടി വരും. നാം ശ്രദ്ധിക്കുക, ഈ ഒഴിവാക്കുന്നതൊക്കെ നമ്മൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനേക്കാൾ പകരം തരാതിരിക്കുകയില്ല എന്നുറച്ച ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. ഒരടിമയും അള്ളാഹുവിന് വേണ്ടി ഒരു കാര്യം ഒഴിവാക്കുന്നില്ല, അള്ളാഹു അതിനേക്കാൾ ഹൈറായത് അവന് പകരം കൊടുത്തിട്ടല്ല. അപ്പോൾ നമ്മൾ അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കുന്ന കാര്യങ്ങളൊക്കെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നല്ല പകരം തരാതിരിക്കുകയില്ല. അപ്പോൾ ദുനിയാവിൻ്റെ വിഷയത്തിൽ പരമാവധി താല്പര്യങ്ങൾ കുറയ്ക്കുക, ആഗ്രഹങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല മാതൃകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു തിരഞ്ഞെടുക്കാനുള്ള അവകാശം കൊടുക്കുക. അബ്ദുൻ റസൂലാകണോ മലിക്കുൻ റസൂലാകണോ? ഒരു സാധാരണ ആളെപ്പോലത്തെ ഒരു റസൂലായി അങ്ങനെ ജീവിക്കണോ, അല്ലെങ്കിൽ നബിമാർ രാജാക്കന്മാരെ നബിമാരുണ്ട്, സുലൈമാൻ അലൈഹി സ്വലാം പോലെ, ദാവൂദ് അലൈഹി സ്വലാം, അതുപോലത്തെ ഒരു നബി ആകണോ? അള്ള തിരഞ്ഞെടുക്കാനുള്ള അവകാശം കൊടുക്കുകയാണ്. അപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ തിരഞ്ഞെടുക്കുന്നത്? അബ്ദുൻ റസൂൽ മതി എന്ന് വെച്ചാൽ എനിക്കൊരു സാധാരണ ഒരാളെപ്പോലെ, അത് പ്രാർത്ഥിക്കുക പോലും ചെയ്യാറില്ല അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനകൾപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ അഹീനി മിസ്കീന വ അമിത്നി മിസ്കീന വഹ്ശുർനി മഅ സുംറത്തിൽ മസാക്കീൻ. അള്ളാഹു എന്നെ നീ മിസ്കീനായി ജീവിപ്പിക്കണമേ, മിസ്കീനായി മരിപ്പിക്കണമേ, മിസ്കീനുകളുടെ കൂട്ടത്തിൽ എന്നെ ഖിയാമത്ത് നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ. എന്താ മിസ്കീൻ എന്ന് പറഞ്ഞ അർത്ഥം? മിസ്കീൻ എന്ന് പറഞ്ഞാൽ ഫക്കീറിൻ്റെ അർത്ഥം ചില സന്ദർഭങ്ങൾ വരാറുണ്ട്. രണ്ടും ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞ എത്രയേ ഉള്ളൂ, അവനവൻ്റെ അത്യാവശ്യങ്ങൾ എല്ലാം നടക്കൂല. ചില അവൻ്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കേണ്ട അത്യാവശ്യ കാര്യങ്ങൾ അതെല്ലാം പൂർണ്ണ ആകൂല. അങ്ങനെയുള്ളവർക്കാണ് മിസ്കീൻ എന്ന് പറയുന്നത്. പലതും ഇനി പൂർത്തീകരിക്കാനുണ്ടാവും, പക്ഷെ അവനത് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. സാമ്പത്തികമായി അത്ര എളുപ്പം കിട്ടുന്നില്ല, അത്ര സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല. അതുകൊണ്ട് പലതും പൂർത്തീകരിക്കാതെ നിന്നു പോകുന്ന ആളുകൾക്കാണ് മിസ്കീൻ എന്ന് പറയും. അങ്ങനെ ആകാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് ചോദിക്കുന്നത്. ബിസ്മില്ലാ. പറഞ്ഞു നിർത്തിയത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദുനിയാവ് അതിൽ വളരെ നമുക്കറിയാം, ചരിത്രത്തിൽ പല സന്ദർഭങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എത്രമാത്രം സൗകര്യങ്ങൾ, ദുനിയവിയായ ഭൗതികമായിട്ടുള്ള എളുപ്പങ്ങൾ അദ്ദേഹത്തിന് വളരെ കുറച്ച് മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടന്നുറങ്ങിയിരുന്നത് എങ്ങനെയുള്ള പായയിലാണ്? വളരെ സോഫ്റ്റായ അല്ലെങ്കിൽ മെത്തകൾ, അല്ലെങ്കിൽ വളരെ സുഖകരമായ കിടക്കാൻ സൗകര്യങ്ങൾ, ആ രൂപത്തിലാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടന്നിരുന്നതിലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് പ്രവേശിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങി എഴുന്നേറ്റ സമയത്ത്,
അപ്പം ആ ഉറങ്ങി എഴുന്നേറ്റ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതുകിൽ ശരീരത്തിൽ ഈത്തപ്പന മെടഞ്ഞെടുത്ത ഓല സാധാരണ മേയാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്, തെങ്ങിൻ്റെ ഓല കൊണ്ട് മടഞ്ഞത്. ഇതുപോലെ ഈത്തപ്പന കൊണ്ട് മടഞ്ഞ ആ കാര്യത്തിലാണ്, ഇലയിലാണ് എന്ത് ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടക്കുന്നത്. അങ്ങനെ കിടന്നിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അതിൻ്റെ പാടുകൾ കണ്ടിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് സങ്കടം വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ കണ്ടിട്ട് അദ്ദേഹത്തിന് കണ്ണിന്ന് കരച്ചിൽ വരിക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണെന്ത്, അള്ളാഹുവിൻ്റെ റസൂലെ, താങ്കൾ അള്ളാഹുവിൻ്റെ റസൂലാണ്, ലോകരുടെ നേതാവാണ്, ആദ്യകാലക്കാരുടെയും അവസാന കാലക്കാരുടെയും ഇമാമാണ്. താങ്കൾ ഈ ഒരു അവസ്ഥയിലാണ് എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. താങ്കൾക്ക് ദുനിയാവിൽ ഒന്നുമില്ല, എന്നാൽ എല്ലാ തെമ്മാടിത്തരങ്ങളുടെയും അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൻ്റെയും നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ അവർ വലിയ കൊട്ടാരങ്ങളിലും സുഖസൗകര്യങ്ങളിലാണ്. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയും. നബി സല്ലല്ലാഹു പറയുന്ന വാക്കെന്താ, മാലി വലിദ്ദുന്യ, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്താണ്, ഞാനും ഈ ദുനിയാവും തമ്മിലൊന്നുമില്ല, ഒരു ബന്ധമില്ല. ഏതുപോലെയാണ് ഒരു യാത്രക്കാരൻ യാത്രക്കിടയിൽ എന്ത് ചെയ്തു, ഒരു തണലത്തിറങ്ങി വിശ്രമിക്കാൻ വേണ്ടി, അവിടെ നിന്ന് എഴുന്നേറ്റ് വീണ്ടും യാത്ര തുടർന്നു. ഈ വിശ്രമിക്കുന്ന സ്ഥലം പോലെ ഈ ദുനിയാവുള്ളൂ. അത് വെറുതെ ആലങ്കാരികമായിട്ട് പറയുന്നല്ല, നിങ്ങൾക്കറിയില്ല, നിങ്ങൾ ചിന്തിച്ചാൽ മതി. ആഖിറത്തിൽ ഖിയാമത്ത് നാളിൽ വിചാരണ തുടങ്ങാൻ കാത്തു നിൽക്കുന്നത് പോലും 50,000 വർഷം. 50,000 വർഷം അവിടെ കാത്തു നിൽക്കുന്ന ആ ദുനിയാവിൽ ഏറ്റവും അധികം ജീവിച്ച ആളുകൾ പലരും ചരിത്രത്തിൽ കേട്ടിട്ടുള്ളത് വായിച്ചിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും മാക്സിമം 1000 വർഷം, ചിലപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടെ കൂടും. ഈ ഇത്രയും കാലം 1000 വർഷം ജീവിച്ച ഒരാൾ 50,000 വർഷം അവിടെ മഹ്ശറിൽ വിചാരണ ആരംഭിക്കുന്നതിന് മുമ്പ് കാത്തു നിൽക്കാൻ 50,000 വർഷം. ഈ 50,000 വർഷം കാത്തു നിന്ന് കഴിയുമ്പോൾ തന്നെ അവന് മനസ്സിലാകും ഈ ദുനിയാവ് ഒന്നും ആയിരുന്നില്ല അല്ലേ. അതുകൊണ്ടാണ് ആയത്തുകൾ കാണാം, അവര് ഇല്ല അശീയത്തനോ ദുഹാഹ, ഒരു രാത്രിയോ ഒരു പകലോ അത്രേ ദുനിയാവിൽ കഴിച്ചു കൂട്ടിയിട്ടുള്ളൂ എന്നവരെന്ത് ചെയ്യും, അവിടെ നിന്ന് പറയും. അത്രയും നിസ്സാരമാണ് ഈ ദുനിയാവ്, അത്രയും വില കുറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്തിൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ചത്ത വൈകല്യമുള്ള ഒരു ചെവി മുറിഞ്ഞൊരാട് അത് വഴിയിൽ കിടക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആടിൻ്റെ മറ്റേ ചെവിയിൽ പിടിച്ചിട്ട് അതിനെ ഉയർത്തി തൂക്കി കാണിച്ചിട്ട് സ്വഹാബത്തിനോട് പറയണം, എന്നിൽ നിന്ന് ആരാണ് ഇതൊരു ദിർഹമിന് വാങ്ങിക്കുക, ആരാണ് ഈ ആടിനെ എന്നിൽ നിന്ന് ഒരു ദിർഹമിന് വാങ്ങിക്കുക. അപ്പൊ സ്വഹാബത്ത് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഇത് ചത്ത ആടാണ്, അതിന് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിന് വൈകല്യങ്ങളുണ്ട്, അതാരും ഒരു ദിർഹമിന് വാങ്ങിക്കുകയില്ല റസൂലെ എന്ന് സ്വഹാബത്ത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, നിങ്ങൾക്ക് ഈ ചത്ത ആട് എത്രത്തോളം വില കുറഞ്ഞതാണോ അതിനേക്കാൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ വില കുറഞ്ഞതാണ് ഈ ദുനിയാവെന്നുള്ളത്. ശ്രദ്ധിക്കണം, ജീവനില്ല, വൈകല്യങ്ങളുണ്ട്. എന്തായാലും അർത്ഥം, ഈ ദുനിയാവിൽ ഒരാളും കാലാകാലം ജീവിക്കുന്നില്ല, മരിക്കും, അവസാനമുണ്ട്, എവിടെ പോയി ഒളിച്ചാലും മരിക്കും. അതാണ് ചത്ത ആടിനെ ഉപമയായി പറഞ്ഞത്. വൈകല്യങ്ങൾ എന്താ, ഈ ദുനിയാവിൽ രോഗമുണ്ട്, ഉറക്കമുണ്ട്, ക്ഷീണമുണ്ട്, പ്രായമാകും, ഒരുപാട് പ്രയാസങ്ങളും പല കാര്യങ്ങളും നമ്മൾ ഇഷ്ടപ്പെടാത്ത കേൾക്കണം, പലതും കാണേണ്ടി വരും. ഇങ്ങനെ ഒരുപാട് പോരായ്മകൾ, പല ചുമതലകളുണ്ട്, പല ബാധ്യതകളുണ്ട്. നബി സല്ലല്ലാഹു സ്വഹാബത്ത് പറയുന്ന വാക്കെന്താ, നമ്മൾ ശ്രദ്ധിക്കേണ്ട വാക്കാണ്. ഈ ആടിന് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇതാരും ഒരു ദിർഹമിന് വാങ്ങിക്കൂല. ദുനിയാവിനെ പറ്റി പറയുന്ന എന്ന് വെച്ചാൽ, ഈ ദുനിയാവ്, ഈ പ്രയാസങ്ങളും ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ചുമതലകളും ഈ രോഗവും ഈ പ്രായവും അതിൻ്റെ അവശതകളും ഇതൊക്കെ ഉള്ള അവസ്ഥയിൽ ഒരാൾ മരിക്കാതിരിക്കുകയാണെങ്കിൽ പോലും ആരും എന്ത് ചെയ്യില്ല, ഇതിന് പകരം, ആഖിറത്തിന് പകരം ഈ ദുനിയാവ് മതിയെന്ന് പറയൂല. കാരണം അത്രയും വൈകല്യങ്ങൾ ഈ ദുനിയാവിലുണ്ട്, അത്രയും വൈകല്യങ്ങൾ ഈ ദുനിയാവിലുണ്ട്. അപ്പം നമ്മൾക്കൊരിക്കലും നമ്മളുടെ സ്ഥലം എന്നുള്ളത് ഈ ദുനിയാവല്ല, നമുക്ക് മടങ്ങിപ്പോകാനുള്ളത് നമ്മുടെ ആഖിറത്തിലേക്കാണ്. നമ്മുടെ ഉപ്പയും ഉമ്മയും ആദ്യം ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് നമുക്ക്
മടങ്ങിച്ചെല്ലാനുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ഹൃദയത്തിൽ നിശ്ചയിക്കേണ്ടത്. എന്ന് വെച്ചാൽ ദുനിയാവ് തീരെ ഉപയോഗിക്കരുത്, അതിലൊന്നും മുഴുകരുതെന്നല്ല. അതിൻ്റെ പ്രാധാന്യം കൊടുത്താൽ മതി. അതിന് ഏറ്റവും നല്ല വാക്ക് സലഫുകൾ ഉദ്ധരിക്കാറുണ്ട്. അലി റളിയല്ലാഹു അൻഹു എന്നാണ് തോന്നുന്നു, പലരും ഉദ്ധരിക്കാറുള്ളൊരു വാക്കാണെന്ത്? ദുനിയാവ് എന്നുള്ളത് കക്കൂസ് പോലെയാണ്. ദുനിയാവ് എന്നുള്ളത് അതിന്റെ പ്രാധാന്യം മനസ്സിലാൻ വേണ്ടി പറയണം. അതെന്തുപോലെയാണ്? കക്കൂസ് പോലെയാണ്. കക്കൂസ് എന്നുള്ളതൊരു വീട്ടിലെന്താ? അത് അത്യാവശ്യമാണ്. അവൻ്റെ മലമൂത്ര വിസർജനം, മറ്റ് അത്യാവശ്യ കാര്യങ്ങൾ നിർവഹിക്കാൻ അത് അനിവാര്യമാണ്. ഇതേപോലെ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ അവന്റെ കാഴ്ചപ്പാടിൽ ദുനിയാവുള്ളൂ. അവന്റെ മറ്റ് പല കടമകളും ബാധ്യതകളും പൂർത്തീകരിക്കാൻ, ജീവിതം അവന്റെ ഇബാദത്തുകൾ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ദുനിയാവിൽ ചില സന്ദർഭങ്ങളിൽ ചില കാര്യങ്ങളിൽ മുഴുകേണ്ടതുണ്ട്. അത്രേ അവൻ അതിനെപ്പറ്റി കണക്കാക്കുന്നുള്ളൂ. അത് ആ ഒരു ആവശ്യം പൂർത്തീകരിക്കപ്പെട്ടാൽ പിന്നെ അവൻ അതിൽ തിരിഞ്ഞു നോക്കുന്നില്ല. ഒരാളും മലമൂത്ര വിസർജനം കഴിഞ്ഞാൽ പിന്നെയും അവിടെ തന്നെ കഴിച്ചു കൂട്ടൂലല്ലോ. അതുപോലെയാണ്. അത്രയും ഒരു മുസ്ലിമിന് ഈ ദുനിയാവിന്റെ വിഷയങ്ങൾ ഇറങ്ങുന്നത് ആ രൂപത്തിലേ അവൻ കാണാവൂ. എന്നുവെച്ചാൽ ദുനിയാവ് കൊണ്ട് ആഖിറം തേടുന്ന ആളുകളാകണം നമ്മൾ. ആഖിറം വിറ്റ് ദുനിയാവ് വാങ്ങുന്ന ആളുകളാകരുത്. രണ്ടും വലിയ അന്തരമുണ്ട്, വലിയ വ്യത്യാസമുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആതിഖുല്ലദി ഹഖ്ഖിൻ ഹഖ്ഖ. അവകാശമുള്ള എല്ലാവർക്കും അവരുടെ അവകാശങ്ങൾ കൊടുക്കുക എന്നുള്ളത്. നമ്മൾ പല മേഖലകളുള്ള ആളുകളായിരിക്കും. ചിലപ്പോൾ നമ്മൾ അധ്യാപകനാണെങ്കിൽ നമ്മൾക്ക് വിദ്യാർത്ഥികളോട് പല അവകാശങ്ങളുണ്ട്. പക്ഷെ വിദ്യാർത്ഥികൾ അവർക്ക് നമ്മളിൽ നിന്ന് കിട്ടേണ്ട പല അവകാശങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ഉപ്പയാണെങ്കിൽ മക്കൾക്ക് നമ്മളിൽ നിന്ന് കിട്ടേണ്ട പല അവകാശങ്ങളുണ്ട്. ഭർത്താവാണെങ്കിൽ ഭാര്യയ്ക്ക് നമ്മളിൽ നിന്ന് കിട്ടേണ്ട പല അവകാശങ്ങളുണ്ട്. മകനാണെങ്കിൽ നമ്മുടെ മാതാപിതാക്കളും. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ മേഖലകളിലും നമ്മൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ള പല അവകാശങ്ങളുണ്ട്. ഇത് എല്ലാം നമ്മൾ വീട്ടാൻ വളരെയധികം ശ്രദ്ധിക്കണം. അതിൽ ഒന്നാമത്തെ ഹക്ക് റബ്ബിനോടാണ്, പിന്നെ അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊക്കെയാണ്. അതൊക്കെ നമ്മൾ നേരത്തെ പലപ്പോഴും കേട്ടിട്ടുള്ളതെന്ന് വീണ്ടും വിശദീകരിക്കുക. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് വീണ്ടും എടുത്തു പറയാൻ കാരണം എന്താണെന്നറിയോ? പടപ്പുകളോടുള്ള ഹക്ക് എന്നുള്ളത് ഇത് ഒരിക്കലും അള്ളാഹു ഒരു തരി പോലും വിട്ടു തരൂല. ഇന്നിപ്പോൾ നമ്മുടെ പ്രിയതമയായിരിക്കും, നമ്മുടെ സ്നേഹിതയായിരിക്കും, നമ്മുടെ വേണ്ടപ്പെട്ട ഭാര്യയായിരിക്കും, നമ്മുടെ ജീവനേക്കാൾ ഇഷ്ടപ്പെടുന്നതെന്നൊക്കെ നമ്മളോട് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന നമ്മുടെ സ്വന്തം വേണ്ടപ്പെട്ടവളായിരിക്കും. പക്ഷേ നമ്മൾ ഇന്ന് മരണപ്പെടുന്നതിന് മുമ്പ് അവൾക്ക് കൊടുത്തു തീർക്കേണ്ട എന്തെങ്കിലും അവകാശങ്ങളിൽ നമ്മൾ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ നാളെ അവൾ നമ്മൾക്കെതിരാകും. ഒരിക്കലും നമുക്കത് വിട്ടു തരൂല. നമ്മൾ വിചാരിക്കരുത് അവളുടെ ഇഷ്ടം കാരണത്താൽ, സ്നേഹം കാരണത്താൽ അതൊക്കെ പൊരുത്തപ്പെട്ട് തന്നോളും എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. നമ്മൾ കൊടുത്തു തീർക്കാത്ത അവകാശങ്ങൾ അതിൻ്റെ ആളുകൾ നമ്മളിൽ നിന്നത് ആവശ്യപ്പെടും. അത് ഖിയാമത്ത് നാൾ എന്താ ആവശ്യപ്പെടുന്നതിന് കാരണം എന്താണെന്നറിയോ? നമ്മളിത് ആവശ്യപ്പെടുമ്പോൾ നമ്മൾക്ക് തിരിച്ചു കൊടുക്കാൻ അന്ന് നമ്മുടെ കയ്യിൽ സമ്പത്തില്ല, അധികാരമില്ല, സൗകര്യങ്ങളൊന്നുമില്ല. അന്ന് നമ്മുടെ കയ്യിൽ ആകെ ഉണ്ടാവും അമലുകളാണ്. ഈ അമല് കിട്ടാൻ വേണ്ടി തന്നെ ചോദിക്കുന്ന, കാരണം അവർക്ക് എന്തെങ്കിലും അമല് കൂടുതൽ എക്സ്ട്രാ എങ്ങനെ കിട്ടാം എന്നാണ് അവരവിടെ പരിശ്രമിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഓരോരുത്തരും എന്ത് ചെയ്യുക, ലക്ഷ്യം വയ്ക്കുക. ഓരോരുത്തരും എൻ്റെ മകനിൽ നിന്ന് എന്തൊക്കെ അമലുകൾ എനിക്ക് കിട്ടാം, എൻ്റെ വാപ്പായിൽ നിന്ന് എന്തൊക്കെ അമലുകൾ എനിക്ക് കിട്ടാം, എൻ്റെ ഉസ്താദിൽ നിന്ന് എന്തൊക്കെ കിട്ടാം, എൻ്റെ ശിഷ്യയിൽ നിന്ന് എന്തൊക്കെ കിട്ടാം. ഓരോരുത്തരും തൻ്റെ കൂടെയുള്ള താനുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് എന്തൊക്കെ അമലുകൾ ഇങ്ങോട്ടെടുക്കാം, തനിക്ക് എന്തൊക്കെ അവകാശങ്ങൾ വീഴ്ച വരുത്തിയിട്ടുണ്ട്, ഓരോരുത്തരും ഓരോ തരിയും ചോദിച്ചു വാങ്ങുക തന്നെ ചെയ്യും. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ദുനിയാവിൽ വെച്ച് രണ്ടാടുകൾ, അതിലൊരാട് കൊമ്പുള്ള ഒരാട് കൊമ്പില്ലാത്ത ആടിനെ അന്യായമായി ഒരു കുത്തിയിട്ടുണ്ടെങ്കിൽ ഈ രണ്ടാടുകൾ അള്ളാഹു ഖിയാമത്ത് നാളിൽ കൊണ്ടുവരും. എന്നിട്ട് ഈ കൊമ്പില്ലാത്ത ആടിന് കൊമ്പ് കൊടുത്തിട്ട് ഈ തിരിച്ചു കുത്തിപ്പിച്ചിട്ടേ ഈ ആടുകൾ അള്ളാഹു മണ്ണാക്കി കളയുകയുള്ളൂ. അതുപോലും വിട്ടു തരൂല. പടപ്പുകൾ തമ്മിലുള്ള അവകാശങ്ങൾ, ബാധ്യതകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് തമ്മിൽ കൊടുത്ത് വീട്ടിച്ചിട്ടല്ലാതെ അത് പുറത്തു തരികയില്ല, വിട്ടുതരികയില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിക്കുന്ന അറിയപ്പെട്ടൊരു ഹദീസുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ചോദ്യം എന്താ? ചോദിക്കുകയാണ് സ്വഹാബത്തിനോട്, അതദ്റൂന മനിൽ മുഫ്ലിസ്, മുഫ്ലിസ് പാപ്പരായവൻ, നഷ്ടം പറ്റിയവൻ, യഥാർത്ഥ പരാജയം സംഭവിച്ചവൻ ആരാണ് എന്ന് നിങ്ങൾക്കറിയാമോ? സഹാബത്ത് പറഞ്ഞാൽ മുഫ്ലിസു മിന്ന മല്ല ദിർഹമലഹു വലാ ദീനാർ, ഞങ്ങളുടെ അടുക്കൽ പാപ്പരായെന്ന് പറഞ്ഞാൽ ദിർഹമും ദീനാറൊന്നും ഇല്ലാത്തവനാ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കണത്, എൻ്റെ ഉമ്മത്തിൽ മുഫ്ലിസ് എന്ന് വെച്ചാൽ ഏറ്റവും വലിയ നഷ്ടം പറ്റിയവൻ, അവൻ ഖിയാമത്ത് നാളിൽ ഒരുപാട് അമലുകളായിട്ട് വരും. കുറേ പ്രവർത്തനങ്ങളുണ്ട്, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഒരുപാട് പ്രവർത്തനങ്ങൾ അവനുണ്ട്. പക്ഷെ അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരാളെ അന്യായമായി ഉപദ്രവിച്ചിട്ടുണ്ട്, മറ്റാളെ ചീത്ത പറഞ്ഞ് പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്, ഇന്നൊരാളെ അയാളുടെ പേരിൽ ഗീബത്ത് പറഞ്ഞ് ഓരോന്നും ഒരുപാട് ആളുകൾക്ക് പല അവകാശങ്ങളും ബാക്കിയാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇയാൾ ഖിയാമത്ത് നാൾ വരാം. അങ്ങനെ ഇവൻ്റെ സ്വാലിഹായ പ്രവർത്തനങ്ങളിൽ നിന്ന് ആർക്കൊക്കെ അവകാശങ്ങൾ കൊടുക്കാനുണ്ടോ ആ അവകാശങ്ങളുടെ അളവിൽ ഈ അമലുകൾ എടുത്തു കൊടുക്കപ്പെടും. എന്നിട്ട് ഈ എടുത്തു കൊടുത്തിട്ട് എപ്പോഴേക്കും എന്ത്, ഇവൻ്റെ അവകാശങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നതിന് മുമ്പ് ഇവൻ്റെ അമലുകൾ തീർന്നു പോകും. അത്രയധികം ആളുകൾക്ക് അവകാശങ്ങൾ കൊടുക്കാനുണ്ടാവും. അങ്ങനെ ബാക്കിയാകുമ്പോൾ ഇവൻ്റെ തിന്മകൾ എന്ത് ചെയ്യും? ഈ അവകാശങ്ങൾ അതിൻ്റെ ബാലൻസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? ഇവൻ്റെ ബാക്കിയുള്ള ആളുകൾ തിന്മകളിൽ നിന്ന് ഈ വ്യക്തിയിലേക്ക് എന്ത് ചെയ്യും? വെച്ചു കൊടുക്കപ്പെടുകയും ചെയ്യും. എന്നുവെച്ചാൽ അവൻ ഫലത്തിൽ വരുന്നത് നന്മകളുമായിട്ടാണെങ്കിലും ഫലത്തിൽ അവൻ നരകത്തിലേക്ക് എത്തുന്നൊരവസ്ഥ. അതാണ് ഏറ്റവും വലിയ പാപ്പർ. പടപ്പുകളെ ബന്ധപ്പെട്ട ഒരു കാര്യവും അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്താ? ഷഹീദിന് എല്ലാ തിന്മകളും പൊറുപ്പിക്കപ്പെടും. ഏതൊഴിച്ച്? കടമൊഴിച്ച്. എന്തുകൊണ്ടാ? കടം പടപ്പുകളെ ബന്ധപ്പെട്ടതാണ്. അത് നമ്മൾ കൊടുത്തു വീട്ടാതെ റബ്ബ് പുറത്തു തരൂല. ഷഹീദിന്റെ വിഷയമാണത്. അപ്പൊ നമ്മൾ ആർക്കൊക്കെ എന്തൊക്കെ അവകാശങ്ങൾ കൊടുത്ത് വീട്ടാനുണ്ടോ, കൊടുത്ത് തീർക്കാനുണ്ടോ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി കൊടുത്തു വീട്ടാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതിലെന്തെങ്കിലും പോരായ്മകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അവരോട് പൊരുത്തം വാങ്ങിക്കണം. എന്തെങ്കിലും അപാകതകൾ നമ്മുടെ ഭാഗത്തു നിന്ന് മറ്റൊരാൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിൽ നമ്മൾ അവരെ തൃപ്തിപ്പെടുത്തണം. അതിൽ നമ്മൾ നാണക്കേട് വിചാരിക്കേണ്ട. നമ്മൾ താഴ്ന്നു പോകുന്നതിൽ നമ്മൾക്ക് പ്രയാസം ഉണ്ടാകേണ്ടത് ആഖിറത്തിന് വേണ്ടിയിട്ടാണ്, പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒന്ന് താഴ്ന്നു പോയാലും കുറച്ചൊന്ന് നാണക്കേട് സംഭവിച്ചാലും സാരമില്ല എന്ന് വെക്കാൻ നമുക്ക് സാധിക്കണം. അത് നമ്മുടെ ഭാര്യയോടാണെങ്കിലും മാതാപിതാക്കളോടാണെങ്കിലും സഹോദരന്മാരോടാണെങ്കിലും ആരോടാണെങ്കിലും എന്തെങ്കിലും നമ്മുടെ പ്രവർത്തനങ്ങളോ സംസാരങ്ങളോ എന്തെങ്കിലും കാര്യങ്ങൾ ഇടപെടലുകൾ അവരുടെ എന്തെങ്കിലും അവകാശങ്ങൾ ഹനിക്കുന്ന രൂപത്തിൽ നമ്മൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ അവരുടെ മനസ്സിൽ അവർ തൃപ്തിപ്പെടാത്ത രൂപത്തിൽ അവശേഷിക്കുന്നില്ല നമുക്ക് ഉറപ്പുവരുത്തേണ്ട ബാധ്യത ഓരോരുത്തർക്കും ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യട്ടെ നമുക്ക് എല്ലാവർക്കും ഇത്തരം അടിസ്ഥാനങ്ങൾ, വേറെയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പലർക്കും അറിയാം, കേട്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. അത്തരം എല്ലാ കാര്യങ്ങളും കൃത്യമായി നമ്മുടെ മനസ്സിലെപ്പോഴും നിലനിർത്തിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകാൻ സഹായം ചോദിച്ചുകൊണ്ട് തന്നെ മുന്നേറുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും അവൻ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്ന് കാണിച്ചു തന്ന സ്വഭാവ മര്യാദകൾ പാലിച്ചുകൊണ്ട് അവനെ കണ്ടുമുട്ടുവാൻ നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.